എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീ ടു മീ ധ്യാന ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ സാധന, ഒരു സാധകൻ അനുഷ്ഠിക്കുന്ന സാധനാ മാർഗങ്ങൾ പലതരത്തിലാണുള്ളത്. ചിലർ സഗുണോപാസനയായിരിക്കാം ചെയ്യുന്നത്, ചിലർ നിർഗുണോപാസനയായിരിക്കാം. അത് ആ സാധന അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് അവരവരുടെ മാനസിക തലം അനുസരിച്ചാണ്, അവൻ്റെ മനസ്സിൻ്റെ ആ കൺസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഓരോ സാധനാ രീതി ഓരോ സാധകർക്ക് സ്യൂട്ടാവുന്നത്. നമ്മൾ സാധകർ ആ സാധന ചെയ്യുന്ന ഏത് മാർഗമായിരുന്നാലും ആ സാധന ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അവനവനെ തിരിച്ചറിയുക, അവനവൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അവൻ്റെ ആ ഉന്മ എന്താണ് എന്ന് തിരിച്ചറിയുക അതാണ് ഒരു സാധകൻ്റെ ലക്ഷ്യം. ഒട്ടനവധി സാധകർ നമ്മുടെ ധ്യാന ചാനലിൻ്റെ സത്സംഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് അവരെ എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ എല്ലാ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർ സാധന ചെയ്തു വന്ന മാർഗം എന്താണെന്ന് നമ്മൾ ഓരോ സാധകർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ്. നമുക്കറിയാം, പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എന്ന് പറഞ്ഞ അദ്ദേഹം ശുദ്ധ വേദാന്തത്തിൻ്റെ പ്രചാരകനായിരുന്നു. കാരണം ശ്രീനാരായണ ഗുരുദേവൻ്റെ ആ ദർശനങ്ങൾ ശരിക്കും ഒരു അതിൽ വേദാന്തം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ഇന്ന് നമ്മളോടൊപ്പം സത്സംഗത്തിനായിട്ട് എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രമേശ് ജി എന്നാണ്. ഒട്ടനവധി ക്ലാസ്സുകൾ, ബാലകൃഷ്ണൻ നായർ സാറുടെ ക്ലാസ്സുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും ക്ലാസ്സുകൾ വേദാന്തത്തിൻ്റെ പൂർണ്ണമായും എന്താണ് വേദാന്തം എന്നുള്ളതിനെ സാധകരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളമായിട്ട് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേദാന്തത്തിൻ്റെ പ്രസക്തി, ആധുനിക കാലത്തെ വേദാന്തത്തിൻ്റെ പ്രസക്തി എന്താണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്തേ. പ്രണാമം. പലതരം സാധനാ മാർഗങ്ങളുണ്ട്. ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം. അപ്പം ഈ ജ്ഞാനമാർഗവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വേദാന്തം. അപ്പം ഈ ആധുനിക കാലത്ത് വേദാന്തത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് വിശദീകരിക്കാം. ചന്ദ്രയാൻ വിക്ഷേപിച്ചിട്ട് വളരെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം. അപ്പം അതിൽ വേദാന്തത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം ആധുനിക കാലഘട്ടത്തിൽ എന്താണ് എന്നുള്ളത് ഒരു വ്യക്തി തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ വ്യക്തിക്ക് ഈ മാർഗത്തിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ. അത്യന്തം മാനസിക പിരിമുറുക്കത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതായത് പ്രായഭേദമില്ലാതെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, കുട്ടികളെന്നോ വൃദ്ധന്മാരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരും അങ്ങേയറ്റം പിരിമുറുക്കത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് വേദാന്തത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉണ്ടാകുന്നത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പല മാർഗങ്ങളും ആധുനിക വൈദ്യശാസ്ത്രവും അതുപോലെ എന്തൊക്കെയോ ഉണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം മാത്രമല്ല, മറ്റ് പല ടെക്നിക്കുകളും സാധനകളും ഒക്കെ ഓരോരുത്തരിങ്ങനെ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും യഥാർത്ഥത്തിലുള്ള ശാന്തി അല്ലെങ്കിൽ മനസ്സമാധാനം മനുഷ്യന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ വേദാന്തത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ള ചോദ്യത്തിന് ശാന്തവും സമാധാനപൂർണവുമായ ഒരു ജീവിതം ഒരു വ്യക്തിക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെ നയിക്കാൻ കഴിയും, അതാണ് വേദാന്തത്തിൻ്റെ ഈ കാലഘട്ടത്തിലുള്ള പ്രസക്തി എന്ന് പറയുന്നത്. വേദാന്തം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. വേദത്തിൻ്റെ അന്തം അല്ലെങ്കിൽ വേദങ്ങളുടെ അന്തം. വേദങ്ങൾ 4,
വേദങ്ങളുടെ അന്തം അല്ലെങ്കിൽ അവസാന ഭാഗം, അതാണ് വേദാന്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. വേദം എന്ന വാക്കിന് അറിവ് എന്നാണ് അർത്ഥം. അറിവിൻ്റെ അവസാനം. അറിവ് ഒടുങ്ങുന്നത് എവിടെയാണ്? അറിവ് എവിടെയാണ് ഒടുങ്ങുന്നത്? അറിവിന് അവസാനമില്ല എന്നാണ് സാധാരണ നാം ധരിച്ചു വച്ചിരിക്കുന്നത്. കാരണം എന്തൊക്കെ അറിഞ്ഞാലും അറിഞ്ഞതിനേക്കാളും കൂടുതൽ അറിയാൻ കിടക്കുന്നു. അപ്പോൾ അറിവ് ഒരിക്കലും അവസാനിക്കുകയില്ല. അപ്പോൾ വേദാന്തം എന്നുള്ള വാക്കിന് എന്താണ് അർത്ഥം? വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അവസാനം എന്ന് തന്നെയാണ്. അറിവ് എവിടെ അവസാനിക്കുന്നു? ഈ ചോദ്യത്തിനുള്ള മറുപടി, എന്തിനെ അറിഞ്ഞാൽ ഇനി ഒന്നും അറിയാൻ അവശേഷിക്കുന്നില്ലയോ അവിടെ അറിവ് അവസാനിച്ചു എന്ന് കരുതാം. ഇനി അറിയാൻ ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ അറിയേണ്ടതിനെയൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എന്നുള്ള തൃപ്തി, പൂർണ്ണത, ധന്യത, നിറവ്, തികവ്, ഇത് ഏതറിവിലൂടെ നമുക്ക് നേടാൻ കഴിയുമോ അതിനെയാണ് വേദാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തിനെ അറിഞ്ഞാലാണ് എല്ലാം അറിയപ്പെട്ടതായി തീരുക? ഉപനിഷത്ത് തന്നെ ഈ ആത്മതത്വത്തെ അല്ലെങ്കിൽ ബ്രഹ്മതത്വത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: എന്തിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായി തീരുമോ അതാണ് അറിവിൻ്റെ നിറവ്. അങ്ങനെയുള്ള ഒരറിവുണ്ട്. അതാണ് വേദാന്തം പ്രതിപാദിക്കുന്ന അറിവ്. അതിനെയാണ് വേദാന്തം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാലത്തിൽ എന്താണ് പ്രസക്തി വേദാന്തത്തിൻ്റെ എന്ന് ചോദിച്ചാൽ, മനസ്സ് ശാന്തമായി തീരണം. ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ എന്ത് സംഭവങ്ങളോ പരിതസ്ഥിതികൾ ഏതോ ആയിക്കോട്ടെ, നമുക്ക് ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയണം. അതിന് നമ്മെ തയ്യാറാക്കുന്ന ഒരു ശാസ്ത്രമാണ് ഈ വേദാന്തം. അതുകൊണ്ട് സംഘർഷഭരിതമായ ഈ കാലഘട്ടത്തിൽ മനസ്സിന് ശാന്തിയും സമാധാനവും അതോടൊപ്പം ധന്യതയും പൂർണ്ണതയും നൽകുന്ന ഒരു ശാസ്ത്രമാണ് വേദാന്തം എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഇത് ഈ കാലഘട്ടത്തിലല്ല, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനും, ഇനിയൊരു 500 1000 വർഷം കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യനും സമാധാനം, ശാന്തി നൽകുന്നത് ഈ ഒരൊറ്റ ശാസ്ത്രം മാത്രമാണ്. മറ്റ് ശാസ്ത്രങ്ങളൊക്കെ പുറം വിഷയങ്ങളെയാണ് പഠിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നത്. ആ പുറം വിഷയങ്ങളൊക്കെ നശ്വര പദാർത്ഥങ്ങളാണ്. നശ്വരതയെ അറിഞ്ഞതുകൊണ്ട് ഒരിക്കലും മനസ്സിന് പൂർണ്ണമായ ശാന്തി കൈവരികയില്ല. അതുകൊണ്ട് അനശ്വരമായ ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം, അതിനെ തന്നെയാണ് നമ്മൾ ഈശ്വരൻ, ഭഗവാൻ, ദൈവം എന്നൊക്കെ പല പേര് പറഞ്ഞ് വിളിക്കുന്നത്. അത് ഒരു ഏകമായ തത്വമാണ്. ആ തത്വത്തെ അറിഞ്ഞാലല്ലാതെ ഒരു വ്യക്തിക്ക്, വിശേഷിച്ച് മനുഷ്യന്, ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. അതാണ് ആധുനിക കാലത്ത് അല്ല എക്കാലത്തും വേദാന്തത്തിൻ്റെ പ്രസക്തി. ജി, ഒരു സാധകന്റെ ലക്ഷ്യം അവനവനെ തിരിച്ചറിയാന്നുള്ളതാണല്ലോ. അപ്പോൾ എന്നിൽ നിന്നും എന്നിലേക്കുള്ള ആ യാത്രയിൽ വേദാന്തത്തിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്നൊന്ന് പറയാമോ? ശരിക്കും ഈ വേദാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിൽ നിന്ന് എന്നിലേക്കുള്ള യാത്ര എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അവിടെ 2 ഞാനുകളില്ല. 2 വ്യത്യസ്ത ഞാനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഞാനിൽ നിന്ന് മറ്റൊരു ഞാനിലേക്കുള്ള യാത്ര സാർത്ഥകമാവുകയുള്ളൂ. ഇപ്പം എന്നിൽ നിന്ന് എന്നിലേക്കുള്ള യാത്ര എന്നതുകൊണ്ട് തന്നെ അറിയുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. മീ ടു മീ എന്നാണല്ലോ പറയുന്നത്, അല്ലേ? അത് ആത്മാവുമായി ഉണ്ടാകുന്ന ഒരു അഭിമുഖമാണ്, ഒരു ആഭിമുഖ്യമാണ്.
അതായത് താൻ തന്നെ അറിയുക, തന്നെ തന്നെ മനസ്സിലാക്കുക, താൻ ആരാണെന്നറിയുക. അവിടെ അറിയാനൊരു ഞാനും അറിയപ്പെടാൻ മറ്റൊരു ഞാനും ഉണ്ടാവുകയില്ല. കാരണം താൻ തന്നെ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ഞാനുകൾ സാധ്യമല്ല. രണ്ട് ഞാനുകൾ അവിടെ ഉണ്ടായാൽ ഒരു ഞാനിന് മറ്റൊരു ഞാനിനെ അറിയേണ്ടി വരും, ശരിയാണ്. പക്ഷേ അത് തന്നെ അറിയുന്നതാവില്ല. അതുകൊണ്ട് ആത്മജ്ഞാനം, തന്നെക്കുറിച്ചുള്ള അറിവ്, ഞാൻ ആരാണ്, അങ്ങനെ ഈ ഞാനിനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ ഞാനിൻ്റെ അധിഷ്ഠാനമായ ഒരു പരമസത്യം, അതിനെയാണ് എൻ്റെ ഗുരുനാഥൻ അഖണ്ഡ ബോധം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഗുരുനാഥൻ സൂചിപ്പിച്ചതല്ല, വേദാന്ത ശാസ്ത്രം അഖണ്ഡ ബോധം എന്നാണ് ഈ പരമസത്യത്തെ വിളിച്ചത്. ആ പരമസത്യത്തിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഞാൻ എന്ന അനുഭവം. അനുഭവം സത്യമാണ്, അനുഭവം അസത്യമല്ല. പക്ഷേ ഞാൻ എന്ന വ്യക്തിത്വത്തിൻ്റെ അനുഭവം അത് അസത്യമാണ്. ഈ ഞാൻ എന്ന വ്യക്തിത്വം ആരുടെ അനുഭവമാണ് എന്ന് കണ്ടെത്തുകയാണ് ശരിക്കും എന്നിൽ നിന്ന് എന്നിലേക്കുള്ള യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് രണ്ട് ഞാനില്ല, ഒരു ഞാനേ ഉള്ളൂ. പക്ഷേ ആ ഞാൻ മിഥ്യയാണ്, അഖണ്ഡ ബോധത്തിലെ വെറും ഒരു പ്രതിഭാസം, അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമദൃശ്യം മാത്രമാണ് ഈ വ്യക്തിത്വം, ഈഗോ, അഹന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ അറിയുക എന്നതുകൊണ്ട് തൻ്റെ സ്വരൂപത്തെ അറിയുക എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിലും ഞാനില്ല എന്നറിയുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മജ്ഞാനം. ഞാൻ എന്ന വ്യക്തിഭാവമില്ല, അതിൻ്റെ അധിഷ്ഠാനമായ സർവവ്യാപകമായ ഒരു ചൈതന്യം, അതിനെയാണ് ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. അതിന് വാസ്തവത്തിൽ പേരുകളൊന്നുമില്ല, പേരുകളൊക്കെ മനുഷ്യർ നൽകുന്നതാണ്. അതിനെ നിർദ്ദേശിക്കാൻ നമ്മുടെ ഋഷിമാർ അനേകം പേരുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ ഏത് പേര് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ അത് ഒരു പേരുകളുടെയും ഉള്ളിൽ പെടുന്നതല്ല. അത് നാമരൂപങ്ങൾക്ക് അതീതമായ ഒരു സത്താവിശേഷമാണ്. സത്ത എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ് വാസ്തവത്തിൽ ബ്രഹ്മം. അതായത് ഈ ബ്രഹ്മം അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തമായ അഴിവില്ലാത്ത അറിവാണ് നമ്മുടെ സ്വരൂപം. അറിവ് അവസാനിക്കുന്നില്ല. ഭൗതിക വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ്, അതിനും അവസാനമില്ല. കാരണം അനന്തമായി വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ ലോകം. അപ്പം അതിനെ മുഴുവനും ഒരു പുരുഷായുസ് കൊണ്ടുപോലും ആർക്കും പൂർണ്ണമായി അളന്ന് തിട്ടപ്പെടുത്താനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധ്യമല്ല. എന്നാലും ലോകത്തെക്കുറിച്ചുള്ള അറിവ് അത് എന്നും അപൂർണമാണത്. അതിൽ നമുക്കൊരിക്കലും ഒരു പൂർണ്ണത ഉണ്ടാവില്ല. എന്നാൽ ഞാൻ ആരാണ് എന്ന അറിവ് അത് വ്യക്തിക്ക്, അറിയുന്ന വ്യക്തിക്ക്, ജ്ഞാതാവിന് ധന്യതയുണ്ടാക്കും. തന്നെ അറിയുന്നതോടുകൂടി തൻ്റെ ദൃശ്യമണ്ഡലത്തിലുള്ളത് എല്ലാറ്റിൻ്റെയും രഹസ്യം തുറന്നു കിട്ടും. അതാണ് ഏകവിജ്ഞാനേന സർവവിജ്ഞാനം എന്നതുകൊണ്ട് ഉപനിഷത്ത് ഉദ്ദേശിക്കുന്നത്. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിത്തീരും. നമുക്കൊരു സംശയം തോന്നും, ഒന്നിനെ അറിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാം അറിയപ്പെട്ടതായിത്തീരുക? അത് തികച്ചും സാധ്യമാണ്. ഈ ഒന്ന് തന്നെയാണ് പലതിൻ്റെ രൂപത്തിൽ പ്രകടമായിരിക്കുന്നത് എങ്കിൽ ആ ഒന്നിനെ അറിഞ്ഞാൽ മതി. മണ്ണിനെ അറിഞ്ഞാൽ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പാത്രങ്ങളുടെയും രഹസ്യം അറിയപ്പെട്ടു കഴിഞ്ഞു. സ്വർണം എന്ന അധിഷ്ഠാന വസ്തുവിനെ
മനസ്സിലാക്കി കഴിഞ്ഞാൽ സകല സ്വർണ്ണാഭരണങ്ങളുടെയും രഹസ്യം വെളിപ്പെട്ടു. ഇതുപോലെ സകല നാമരൂപങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന അഴിയാത്ത ഒരു സത്തയുണ്ട്. അതൊരു തത്വം മാത്രമാണ്. അതൊരു വസ്തുവല്ല, വ്യക്തിയല്ല. വസ്തുവും വ്യക്തിയുമല്ലാത്ത ഒന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് വസ്തുക്കളായും വ്യക്തികളായും പ്രകടമായിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ ആത്മജ്ഞാനം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മജ്ഞാനം നേടാൻ എന്താണ് മാർഗം? ബ്രഹ്മജ്ഞാനം നേടാൻ ശാസ്ത്രങ്ങൾ വ്യക്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് തികച്ചും വ്യക്തി അധിഷ്ഠിതങ്ങളുമാണ്. അതായത് മറ്റൊരാളിൻ്റെയും സഹായമില്ലാതെ താൻ മാത്രമായി അനുഷ്ഠിക്കേണ്ട ചില സാധനങ്ങളാണ്. മറ്റ് വ്യക്തികളുടെ സഹായം തേടാം, അതുകൊണ്ട് ദോഷമില്ല. പക്ഷേ ഇത് ചെയ്യേണ്ടത് ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. കൂട്ടത്തോടുകൂടി, സമൂഹത്തോടുകൂടി പല ആളുകൾ ചേർന്ന് ഇത് ചെയ്യാൻ പറ്റില്ല. അതായത് ഇത് വ്യക്തിപരമാണ് എന്നർത്ഥം. ഓരോ വ്യക്തിയും സ്വയം അനുഷ്ഠിക്കേണ്ടതാണ്. അവനവൻ പരിശ്രമിച്ചാലേ നടക്കും. അതെ, ഓരോ വ്യക്തിയും സ്വയം പരിശ്രമിക്കണം. മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും. പക്ഷേ ഈ മാർഗത്തിലൂടെ യാത്ര ചെയ്യേണ്ടത് അവനവൻ തന്നെയാണ്. അപ്പൊ ഈ വേദാന്ത സത്യം ഗ്രഹിക്കാൻ വേദാന്തം തന്നെ വ്യക്തമായ ഒരു പദ്ധതി, ഒരു മാർഗരേഖ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെ തന്നെ നമുക്ക് ആത്മജ്ഞാനം നേടാനുള്ള മുൻ യോഗ്യതകൾ എന്ന് പറയാം. ആത്മജ്ഞാനം നേടാൻ വേണ്ട മുൻ യോഗ്യതകൾ. ഇപ്പൊ ഏത് കോഴ്സിന് ചേരണമെങ്കിലും ചില ക്വാളിഫിക്കേഷൻ വേണം. ഇപ്പൊ +1 ചേരണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരു വ്യക്തിക്ക് +1 അഡ്മിഷൻ കിട്ടത്തില്ല. അതുപോലെ ബിരുദ കോഴ്സുകളിലേക്ക് ചേരണമെങ്കിൽ +2 പാസ്സായിരിക്കണം. അപ്പൊ എന്തിനും ഒരു മുൻ യോഗ്യത വേണം. കാരണം യോഗ്യതയില്ലാതെ റോഡിലൂടെ പോകുന്ന ഒരാൾക്ക് ചുമ്മാതെ കയറി വന്ന് ഈ സത്യത്തെ അങ്ങ് സ്വന്തമാക്കാം എന്ന് കരുതിയാൽ അത് നടപ്പില്ല. അപ്പോൾ വേദാന്തം നിർദ്ദേശിക്കുന്ന ഈ മുൻ യോഗ്യതകൾ എന്താണ്? ആത്മജ്ഞാനത്തിന് വേണ്ട ചില അടിസ്ഥാന ഗുണങ്ങളെയാണ് മുൻ യോഗ്യതകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ സാധന ചതുഷ്ടയം എന്നാണ് പറയുന്നത്. 4 തരത്തിലുള്ള സാധനകൾ. സാധന എന്ന് പറഞ്ഞാൽ അവിടെ പ്രാണായാമം, യോഗാസനം, ധ്യാനം അങ്ങനെയുള്ള സാധനകളല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സിന് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട അടിസ്ഥാനപരമായ ചില സ്വഭാവ വിശേഷതകളെയാണ് സാധന ചതുഷ്ടയം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ചതുഷ്ടയം എന്ന് പറഞ്ഞാൽ 4ന്റെ കൂട്ടം എന്നാണ് അർത്ഥം. ത്രിതയം, ദ്വിതയം എന്നൊക്കെ പറഞ്ഞാൽ 3ന്റെ കൂട്ടം, 2ന്റെ കൂട്ടം. ചതുഷ്ടയം 4ന്റെ കൂട്ടം. 4 തരത്തിലുള്ള സാധനകൾ എന്നർത്ഥം. അത് 4 ഗുണവിശേഷങ്ങൾ തന്നെയാണ്. മനസ്സിന് ആവശ്യമുണ്ടായിരിക്കേണ്ട ചില മേന്മകൾ, മഹിമകൾ, ഗുണങ്ങൾ. അത് പുരുഷപ്രയത്നത്തിലൂടെ ആർജിച്ചെടുക്കേണ്ടവയുമാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിൽ ആദ്യത്തേത് വിവേകമാണ്. രണ്ടാമത്തേത് വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം. മൂന്നാമത്തേത് ശമാധി ഷഡ്ക സമ്പത്ത് അല്ലെങ്കിൽ സമ്പത്തി എന്നാണ് പറയുന്നത്. ആ മൂന്നാമത്തെ സാധനയിൽ 6 ഉപസാധനകൾ കലർന്നിരിക്കുന്നു. ആ 6നെയും കൂടെ ചേർത്തിട്ടാണ് ശമാധി ഷഡ്ക സമ്പത്ത് അല്ലെങ്കിൽ സമ്പത്തി എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. 4ാമത്തേതും അവസാനത്തേതുമായ
സാധന എന്ന് പറയുന്നത് മുമുക്ഷുത്വം എന്നതാണ്. നമുക്കിതിനെ ഓരോന്നായിട്ട് അവ എന്താണെന്ന് ഉപരിപ്ലവമായി വളരെ വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല. കാരണം അതിന് തന്നെ ഒരുപാട് സമയം വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ഈ ഓരോന്നും എന്താണെന്നുള്ളത് ഒരു ഔട്ട്ലൈൻ, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്താണത് എന്നുള്ളതിനെ കുറിച്ച് മാത്രം ഒന്ന് പറയാം. സാധന ചതുഷ്ടയ സമ്പത്തിൽ ആദ്യത്തേത് വിവേകമാണ്. വിവേകം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്നാണ് അർത്ഥം. നന്മതിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ട്, സുഖദുഃഖങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ട്. ഇങ്ങനെ തിരിച്ചറിവുകൾ പലതരത്തിലുണ്ട്. ഇവിടെ വിവേകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നശ്വരം അനശ്വരം ഈ രണ്ടിനെയും കുറിച്ചുള്ള തിരിച്ചറിവാണ്. അല്ലെങ്കിൽ സത്ത് അസത്ത്, സത്ത് എന്നും നിലനിൽക്കുന്നത്, അസത്ത് എന്നെങ്കിലും ഒരു ദിവസം നശിച്ചു പോകുന്നത്, നശ്വരം എന്നർത്ഥം. ഈ സദസത്തുകളെ കുറിച്ചുള്ള വിവേചനം അല്ലെങ്കിൽ വേർതിരിച്ചുള്ള അറിവ്, അതാണ് വിവേകം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സാധന ചതുഷ്ടയ സമ്പത്തിലെ ആദ്യത്തെ ഘടകം. ഇപ്പൊ വേദാന്തം പറയുന്നത് നശിക്കാത്ത ഒന്നേ ഇവിടെ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, ഭൂമിയിൽ, അല്ലെങ്കിൽ ഈ നഗരത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഭാരത രാജ്യത്തിൽ, അങ്ങനെയല്ല, ഈ പ്രപഞ്ചത്തിൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇഹ, ഇവിടെ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇവിടെ എന്നുള്ള വാക്കിനകത്ത് അടങ്ങും. അപ്പോ വിവേകം എന്താണ്? നശിക്കാത്തതിനെയും നശിക്കുന്നവയെയും കുറിച്ചുള്ള അറിവ്. നശിക്കാത്തത് എന്നത് ഞാൻ ഏകവചനത്തിലാണ് പ്രയോഗിച്ചത്. അതായത് നശിക്കാത്തത് പലതില്ല, നശിക്കാത്തത് ഒന്നു മാത്രമേ ഉള്ളൂ. നശിക്കുന്നവ പലതാണ്. അതുകൊണ്ടാണ് നശിക്കുന്നവ എന്ന് ബഹുവചനത്തിൽ ഞാൻ പ്രയോഗിച്ചത്. അപ്പോൾ നശിക്കാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് ഈ ആത്മാവ്, ബ്രഹ്മം, അഖണ്ഡബോധം. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഭക്തന്മാരുടെ ഭഗവാൻ, ജഗദീശ്വരൻ, അല്ലെങ്കിൽ ദൈവം, അങ്ങനെ ആ വാക്കുകൾ പ്രയോഗിക്കുന്നവർ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടല്ല പ്രയോഗിക്കുന്നത്. പക്ഷേ ആ വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അവർക്ക് എന്തോ മനസ്സിലായി എന്നൊരു ധാരണയുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാവുന്ന ഏതെങ്കിലും വാക്ക് പറയുന്നതാവും അവർക്കിഷ്ടം. അപ്പോ സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, നശിക്കാത്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സത്തിനെ തന്നെ ചിത്ത് എന്നും പറയും. ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം എന്നർത്ഥം. നശിക്കാത്തത് ഏതെന്ന് ചോദിച്ചാൽ നശിക്കാത്തത് ചൈതന്യം മാത്രമാണ്. ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും. ഇത് ഏതെങ്കിലും പ്രകാശ സ്രോതസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശമല്ല. ബൾബ്, വിറക്, അല്ലെങ്കിൽ എണ്ണ, അടുപ്പ്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ പ്രകാശ സ്രോതസ്സുകൾ. അങ്ങനെ ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്ന് പുറത്തു വരുന്ന പ്രകാശങ്ങളല്ല ഈ സത്തിന്റെ പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഈ സത്ത് അല്ലെങ്കിൽ ചൈതന്യം എല്ലാ പ്രകാശങ്ങളുടെയും ഉറവിടമാണ്. എല്ലാ പ്രകാശങ്ങളും പുറത്തു വരുന്നത് ഈ ചൈതന്യത്തിൽ നിന്നാണ്. അപ്പോൾ അതാണ് ബ്രഹ്മം. അതിനെ ചിത്ത് എന്ന് പറയും. ചിത്ത് എന്ന് പറഞ്ഞാൽ ചൈതന്യം. സത്ത് എന്ന വാക്കിന് നശിക്കാത്തത്, എന്നും നിലനിൽക്കുന്നത്, അനശ്വരം എന്നാണ് അർത്ഥം. അത് ചൈതന്യം തന്നെയാണ്. ഇനി ആനന്ദം എന്നും ഈ വാക്കിനെ വിശേഷിപ്പിക്കുന്നു. വാക്കല്ല, ഈ സത്യത്തെ വിശേഷിപ്പിക്കുന്നു. ആനന്ദം. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് നശിക്കാത്ത ആനന്ദമാണ്, അനശ്വരമായ സുഖമാണ് അതിൻ്റെ സ്വരൂപം. നമ്മളൊക്കെ അന്വേഷിക്കുന്നത് സുഖത്തെയാണ്. ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായ ഒരു സുഖാന്വേഷണമാണ്. പക്ഷേ അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് കൈക്കലാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ജ്ഞാനികൾക്ക് മാത്രമേ അറിവുള്ളൂ.
മറ്റുള്ളവർ ബാഹ്യ വിഷയങ്ങളിൽ സുഖമുണ്ട് എന്ന് കരുതി അവയുടെ പുറകെ പായുന്നു. അവസാനം സുഖമൊന്നും കിട്ടുന്നുമില്ല, അമൂല്യമായ മനുഷ്യജീവിതം നഷ്ടമാവുകയും ചെയ്യുന്നു. അപ്പോൾ സത്ത് ചിത്ത് ആനന്ദം അതാണ് ബ്രഹ്മം. ബ്രഹ്മമല്ലാത്തതെല്ലാം നശ്വരമാണ്. ഇപ്പം ഇവിടെ ഒരു സംശയം വരും. അദ്വൈതം അതാണ് വേദാന്തം ഉദ്ഘോഷിക്കുന്ന സത്യം. രണ്ടില്ലാത്തത് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദ്വൈതം രണ്ട്. അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാത്തത്. രണ്ടില്ലാത്തത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമായിട്ടുള്ളത്. അപ്പോൾ ബ്രഹ്മവും ബ്രഹ്മമല്ലാത്തതും അങ്ങനെ രണ്ടുണ്ടോ? ചിത്തല്ലാത്തതിനെ നമ്മൾ ജഡം എന്നാണ് പറയുന്നത്. നിർജീവ വസ്തുക്കൾ, ജഡപദാർത്ഥങ്ങൾ. അപ്പോൾ ചിത്തും ജഡവും അങ്ങനെ രണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷണത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഇങ്ങനെ രണ്ട് ഉള്ളതുപോലെയാണ് ഏതൊരു വ്യക്തിക്കും തോന്നുക. അന്വേഷണം പുരോഗമിക്കും തോറും ചിത്ത് മാത്രമേ ഉള്ളൂ, അതിൽ ഈ ജഡം യഥാർത്ഥത്തിൽ ഇല്ല എന്ന് അയാൾ തിരിച്ചറിയും. അപ്പോൾ അയാൾ അദ്വൈതം അനുഭവിക്കുന്ന വ്യക്തിയായി മാറും. അപ്പോൾ ആദ്യത്തെ സാധന എന്ന് പറയുന്നത് വിവേകമാണ്. അതായത് നശിക്കുന്നവയെയും നശിക്കാത്തതിനെയും തമ്മിൽ തിരിച്ചറിയണം. എന്നിട്ട് നശിക്കുന്നവയെ പുറന്തള്ളി നശിക്കാത്തതിനെ സാക്ഷാത്കരിക്കാനായി ജീവിതം സമർപ്പിക്കണം. അതൊരു പാർട്ട് ടൈം ജോബ് പോലെ കൊണ്ടു നടന്നാൽ പ്രയോജനമില്ല. പരിപൂർണമായി ആ സത്യത്തിനെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ ജീവിത ലക്ഷ്യമായി അംഗീകരിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ വിവേകം അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് വൈരാഗ്യം അല്ലെങ്കിൽ വിരക്തി. വിരക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ച വിഷയങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രാപഞ്ചിക സുഖങ്ങളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ, അതാണ് വിരക്തി. ശാരീരികമായും മാനസികമായും സുഖങ്ങളുടെ പുറകെ പോകാതെ അവയെ ബാഹ്യമായും ആന്തരമായും ത്യജിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിരക്തി എന്ന് പറയുന്നത്. ത്യാഗബുദ്ധി, ത്യാഗമനോഭാവം എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ ത്യജിക്കപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ ഇഹ അമുത്ര അർത്ഥഫലഭോഗ വിരാഗ എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹത്തിൻ്റെ വിവേക ചൂടാമണിയുടെ ആരംഭത്തിൽ പ്രഖ്യാപിക്കുന്നത്. ഇഹ അമുത്ര അർത്ഥഫലഭോഗ വിരാഗം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തും ഊർധ്വലോകങ്ങളിലും സ്വർഗം മുതലായ ഊർധ്വലോകങ്ങളിലും ഉള്ള ഒരു ഭോഗത്തിലും ഒരു സുഖങ്ങളിലും ഒരു സുഖത്തിലും ആശയില്ലാതെ ഇരിക്കുക, അതാണ് യഥാർത്ഥ വിരക്തി. അതിനെ തന്നെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. മനസ്സ് പ്രാപഞ്ചിക വിഷയങ്ങളിൽ വിരക്തി പ്രാപിക്കാതെ ആത്മാവിന് അഭിമുഖമായി തിരിയുകയില്ല. നിങ്ങൾക്ക് ആത്മാവിനെയാണ് സാക്ഷാത്കരിക്കേണ്ടത് എന്നാണ് ആഗ്രഹമെങ്കിൽ പുറം വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ അവയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി തീർക്കണം. അതിന് പല സാധനങ്ങളുണ്ട്. ധ്യാനം, പ്രാണായാമം, അതിൽ ഏത് മാർഗത്തെ വേണമെങ്കിലും നിങ്ങൾക്ക് പിന്തുടരാം. ഇനി അതൊന്നും പറ്റിയില്ല എങ്കിൽ തത്വവിചാരം എന്ന മാർഗത്തെ പിന്തുടർന്നാലും മതി, മനസ്സ് അന്തർമുഖമായി തീരാൻ. അപ്പോൾ വിരക്തി അല്ലെങ്കിൽ വൈരാഗ്യം അതാണ് രണ്ടാമത്തെ ഗുണവിശേഷം. മൂന്നാമത്തേത് അത് 6 ഗുണങ്ങളുടെ ഒരു സമാഹാരമാണ്. ശമദമാദി ഷഡ്ക സമ്പത്ത് എന്നാണ് പറയുന്നത്. ശമം, ദമം, ശ്രദ്ധ, സമാധാനം, തിതിക്ഷ, ഉപരതി, ഇങ്ങനെ 6 ഗുണങ്ങൾ, 6 മൂല്യങ്ങൾ എന്നർത്ഥം. ഗുണമൂല്യങ്ങൾ അവയെ സമ്പാദിക്കണം. ഓരോന്നിനെയും കുറിച്ച് വളരെ ചുരുക്കി പറയാം. ശമം, മനോനിഗ്രഹം, മനസ്സ് അടങ്ങുക, സങ്കല്പ വിമുക്തമാവുക എന്നർത്ഥം. മനസ്സ് ചലിക്കാതെ ശാന്തമായി ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, അതിനെയാണ് ശമം എന്ന് പറയുന്നത്. ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിന്തിരിഞ്ഞ് ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുക.
ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം എന്നാണ് അർത്ഥം. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ബാഹ്യ വസ്തുക്കളെ അല്ലെങ്കിൽ പ്രാപഞ്ചിക വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നാം ഭൗതിക ലോകത്തെ മനസ്സിലാക്കുന്നത്. ആ 5 ഇന്ദ്രിയങ്ങൾ നമ്മെ സദാ പുറം വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. കണ്ണ് ഒന്നിനെ കാണണമെന്ന് ആഗ്രഹിക്കും. ചെവി മനോഹരമായ ഒരു ഗാനം കേൾക്കണമെന്ന് ആഗ്രഹിക്കും. മൂക്ക് സുഗന്ധത്തിൻ്റെ പുറകെയാവും പോവുക. നാക്ക് പലതരം രുചികളുടെ പുറകെ. ത്വക്ക് പലതരത്തിലുള്ള മൃദുസ്പർശങ്ങളുടെ പുറകെ പോകും. ഇവയൊക്കെ ഓരോ തരത്തിൽ സുഖം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നത് ശമം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അവയെ പുറം വിഷയങ്ങളിൽ അലയാൻ അനുവദിക്കാതിരിക്കുന്നത് ദമം. ശമം, ദമം. ശ്രദ്ധ മൂന്നാമത്തേതാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അധ്യാത്മശാസ്ത്രത്തിലും ആചാര്യന്മാരുടെ വാക്കുകളിലുമുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ശ്രദ്ധ. അതൊരു ദൃഢവിശ്വാസമാണ്. അതായത് അധ്യാത്മശാസ്ത്രവും ആചാര്യന്മാരും ഒരിക്കലും നമ്മെ വഴിതെറ്റിക്കുകയില്ല. അവർ കള്ളം പറയുകയില്ല. അവർ പറയുന്നതൊക്കെ 100% സത്യമാണ് എന്നുള്ള ദൃഢവിശ്വാസമാണ് ശ്രദ്ധ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധ, പിന്നെ സമാധാനം. ഇത് ഈ ക്രമത്തിൽ തന്നെ വേണമെന്നില്ല. 6 ഗുണങ്ങൾ അവിടെ വേണമെന്നേ ഉള്ളൂ. ശമം, ദമം അത് രണ്ടുമാണ് ആദ്യം. മറ്റുള്ള 4 ഗുണങ്ങൾക്ക് ശമദമാദി ഷഡ്ക സമ്പത്തി എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ആദ്യത്തെ 2 ശമവും ദമവുമാണ്. പിന്നീട് വരുന്നതിന് പ്രത്യേക ഓർഡർ ഒന്നുമില്ല. ഒന്ന് മുന്നേയും വേറൊന്ന് പിന്നെ ആയാലും ദോഷമൊന്നുമില്ല. അതിന് പ്രത്യേകിച്ച് ക്രമമൊന്നുമില്ല. ഇപ്പോൾ ശ്രദ്ധ അത് പറഞ്ഞു കഴിഞ്ഞു. സമാധാനം. സമാധാനം എന്ന് പറഞ്ഞാൽ മനസ്സ് ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന അവസ്ഥ. ഈ സമാധാനത്തെ തന്നെ നമുക്ക് മനസ്സിൻ്റെ നിശ്ചലത എന്നും പറയാം. ശമം മനസ്സ് അടങ്ങുന്നതാണ്. മനസ്സടങ്ങിയാലും അത് വീണ്ടും പെട്ടെന്ന് ചലിച്ച് ബാഹ്യ വിഷയങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് അത്ര പെട്ടെന്ന് ചലിച്ചു പോകാതെ ദീർഘനേരം ഉള്ളിൽ തന്നെ തങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഈ സമാധാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 4 കൂട്ടങ്ങളുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി തിതിക്ഷ, ഉപരതി, ഈ 2 കൂടെയുണ്ട്. തിതിക്ഷ എന്ന വാക്കിന് സഹനശക്തി എന്നാണ് അർത്ഥം. എന്തിനേയും എന്ന് പറഞ്ഞാൽ സുഖങ്ങളെ സഹിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല. അയാൾ ജീവിതത്തിൽ ഒരുപാട് സുഖം സഹിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്ന് ആരും പറയാറില്ല. ഒരുപാട് ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ, ദുരിതങ്ങൾ അതൊക്കെ അനുഭവിച്ച അല്ലെങ്കിൽ സഹിച്ച വ്യക്തിയാണ് എന്നാണ് നമ്മൾ പറയുക. ദുഃഖങ്ങളെ സഹിക്കുന്നതാണ് യഥാർത്ഥത്തിൽ തിതിക്ഷ. അതായത് നമുക്ക് വിഷമമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദുഃഖമുണ്ടാക്കുന്ന പല സംഭവങ്ങളും ഈ ലോകത്ത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് മനസ്സ് ചഞ്ചലമാകാത്ത അവസ്ഥയെയാണ് തിതിക്ഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോളറൻസ്, എൻഡ്യൂറൻസ് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. സഹനശക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എല്ലാ ദുഃഖങ്ങളെയും, ഏത് തരം ദുഃഖങ്ങളെയും സഹിക്കാനുള്ള മനസ്സിൻ്റെ കഴിവാണ് തിതിക്ഷ. ഇനി 1 കൂടെ ബാക്കിയുള്ളൂ. അത് ഉപരതി എന്നതാണ്. ഉപരതി എന്ന് പറഞ്ഞാൽ മനസ്സ് ഉള്ളിൽ തന്നെ അടങ്ങി സുഖിക്കാൻ തുടങ്ങും. സുഖത്തിന് വേണ്ടി പുറം വിഷയങ്ങളെ ആശ്രയിക്കാതെ ഉള്ളിൽ തന്നെ മനസ്സ് അടങ്ങിയിരുന്ന് ഒരു തരത്തിലുള്ള ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. അതാണ് ഉപരതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രതി എന്ന് പറഞ്ഞാൽ സുഖം, ആനന്ദ അനുഭവം എന്നാണ് അർത്ഥം. ഉപ എന്നുള്ള വാക്കിന് സമീപത്ത് എന്നാണ്. സമീപത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, പുറത്തേക്ക് പോകാതെ, ഇന്ദ്രിയങ്ങളും മനസ്സും പുറം വിഷയങ്ങളിലേക്ക് പോകാതെ ഉള്ളിൽ തന്നെ
ശാന്തമായി അടങ്ങി ആ നിലയിൽ കഴിയുന്നതിൽ ഒരു സുഖം അനുഭവിക്കാൻ തുടങ്ങും. അതാണ് ഉപരതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 6 ഗുണങ്ങൾ, അതായത് ശമം, ദമം, ശ്രദ്ധ, സമാധാനം, തിതിക്ഷ, ഉപരതി, ഈ 6 ഗുണങ്ങളെ ചേർന്നാണ് ശമാധി ഷഡ്ക സമ്പത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സാധന ചതുഷ്ടയത്തിലെ 3ാമത്തെ ഘടകമാണ്. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ഗുണവിശേഷമാണ് മുമുക്ഷുത്വം. മോക്ഷം നേടണം, മോക്ഷം നേടുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ഉറപ്പിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നതിനെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. മോക്ഷം നേടാനുള്ള അദമ്യമായ ആഗ്രഹം, വാഞ്ഛ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആ മുമുക്ഷുത്വം ഉണ്ടെങ്കിലേ മോക്ഷം നേടാനായി നമ്മൾ ശ്രമിക്കൂ. മറ്റുള്ളവയൊക്കെ ഉണ്ടെങ്കിലും, സാധന ചതുഷ്ടയത്തിലെ മറ്റ് 3 ഘടകങ്ങൾ ഉണ്ടെങ്കിലും മോക്ഷം നേടണം എന്നുള്ള ആഗ്രഹം ഇല്ലെങ്കിൽ അവയൊക്കെ നേടിയിട്ട് എന്ത് പ്രയോജനം? അപ്പോൾ മുക്തനാകണം എന്നുള്ള ഉറച്ച വിശ്വാസമോ അല്ലെങ്കിൽ തീരുമാനമോ ആണ് ആഗ്രഹം. അതാണ് വാസ്തവത്തിൽ മുമുക്ഷുത്വം എന്ന് പറയുന്നത്. ഈ 4 സാധനകൾ, 4 ഗുണമൂല്യങ്ങൾ, മനസ്സിൻ്റെ 4 സവിശേഷതകൾ, ഇവ സ്വന്തമാക്കിയ ഒരു വ്യക്തിക്ക് മാത്രമേ വേദാന്തത്തിൽ പ്രവേശനമുള്ളൂ. അല്ലാതെ പ്രവേശിച്ചുകൂടെ? പ്രവേശിച്ചാൽ എന്താ ദോഷമെന്ന് ചോദിച്ചാൽ, പ്രവേശിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഉദ്ദിഷ്ടഫലം ലഭിക്കുകയില്ല. അപ്പം നിങ്ങളുടെ ശ്രമം സഫലമാകണമെങ്കിൽ ഈ 4 യോഗ്യതകൾ, അതായത് സാധന ചതുഷ്ടയം ഉണ്ടായാലേ പറ്റൂ. അല്ലാതെ മോക്ഷമാർഗത്തിലേക്ക് കടന്നാൽ മോക്ഷം ലഭിക്കുകയില്ല, നിങ്ങളുടെ പ്രയത്നം വിഫലമായി പോകും. ഒരു സാധകന് ഈ ദൃക് ദൃശ്യ വിവേചനത്തിലൂടെ എങ്ങനെയാണ് സ്വരൂപത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്? ദൃക് ദൃശ്യ വിവേകം എന്ന പേരിൽ ശങ്കരാചാര്യസ്വാമികൾ ഒരു ചെറിയ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദൃക് ദൃശ്യ വിവേകം എന്നാണ്. ദൃക്കിനെയും ദൃശ്യത്തെയും വേർതിരിച്ചറിയുക. ദൃക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം കാണുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ. കാണുന്നവനും കേൾക്കുന്നവനും മണക്കുന്നവനും രുചിക്കുന്നവനും തൊടുന്നവനും ചിന്തിക്കുന്നവനും തീരുമാനിക്കുന്നവനും എല്ലാം ഒരു വ്യക്തിയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഞാൻ. ആ ഞാനാണ് പ്രപഞ്ചമാകുന്ന ദൃശ്യത്തെ മുഴുവൻ അനുഭവിക്കുന്നത്. അപ്പോൾ ദൃക്ക് എപ്പോഴും ഒരാൾ മാത്രമാണ്. ഒരു ശരീരത്തിൽ ഒരു ദൃക്ക് മാത്രമേ ഉണ്ടാവൂ. ആ ഒരു ദൃക്കിന്റെ ദൃശ്യങ്ങൾ പലതാണ്. 5 ഇന്ദ്രിയങ്ങളിലൂടെയും അനേകം പദാർത്ഥങ്ങളെയാണ് നാം ദിവസേന നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൃക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആത്മാവ്, സാക്ഷിയായ ആത്മാവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എന്നാലും ഒരു സാധകൻ, ഒരു പ്രാരംഭഘട്ടത്തിൽ ഉള്ള ഒരു സാധകനെ സംബന്ധിച്ച് ദൃക്ക് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി തന്നെയാണ്. വ്യക്തിത്വം, ഞാൻ എന്ന ഭാവം, അത് തന്നെയാണ് ദൃക്ക്. അയാളുടെ അനുഭവ മണ്ഡലത്തിലുള്ള എല്ലാം അയാളുടെ ദൃശ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പ്രപഞ്ച അനുഭവങ്ങളെ മുഴുവൻ 2 വിഭാഗമായി തരംതിരിക്കാം, ദൃക്കെന്നും ദൃശ്യമെന്നും. ദൃക്ക് എപ്പോഴും ഒന്നായിരിക്കും, ദൃശ്യങ്ങൾ പലതുമായിരിക്കും. ഈ ദൃക്കിനെയും ദൃശ്യങ്ങളെയും വേർതിരിച്ചറിയാതെ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ആത്മതത്വത്തിൽ എത്തിച്ചേരുന്നതിനെയാണ് സ്വരൂപജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നെക്കുറിച്ചുള്ള അറിവ്, താൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവാണ് സ്വരൂപജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വ്യാപിച്ചു കിടക്കുന്ന, ബാഹ്യലോകത്തിൽ പരന്നു കിടക്കുന്ന എണ്ണമറ്റ ദൃശ്യങ്ങളെയും അതുപോലെ നമ്മുടെ അന്തർമണ്ഡലത്തിൽ ഉള്ളിലും അനേകം ദൃശ്യങ്ങൾ പൊന്തിമറയാറുണ്ട്. ഈ ദൃശ്യങ്ങളെ എല്ലാം ചേർത്താണ് ദൃശ്യം എന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൃശ്യം എന്നുള്ള വാക്ക് ഏകവചനത്തിലാണെങ്കിലും
അതിൽ കോടാനുകോടി ദൃശ്യങ്ങൾ അതിനകത്തടങ്ങും. ദൃക്ക് എന്നുള്ളത് എപ്പോഴും ഒന്ന് മാത്രമായിരിക്കും. എന്തിനാണ് ഈ ദൃക്കിനെയും ദൃശ്യത്തെയും വേർതിരിച്ചറിയേണ്ടത്? അതിൻ്റെ ആവശ്യകത എന്താണ്? സ്വരൂപജ്ഞാനത്തിലെത്താനാണ് എന്നുള്ളത് ശരി. പക്ഷേ ആ സ്വരൂപജ്ഞാനത്തിലെത്താൻ ഈ ദൃഗ്ദൃശ്യ വിവേകം അല്ലെങ്കിൽ വിവേചനം എങ്ങനെയാണ് ഒരു സാധകന് സഹായിക്കുന്നത്? അത് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ദൃക്ക് കാണുന്നവൻ, ദൃശ്യം കാണപ്പെടുന്നത്. ഈ കാണുക കേൾക്കുക എന്നുള്ളത് ഞാൻ മാറ്റിയിട്ട് ദൃക്ക് എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നവൻ. അത് ഏത് ഇന്ദ്രിയത്തിലൂടെയുള്ള അനുഭവമായാലും വേണ്ടില്ല. ദൃക്ക് അനുഭവിക്കുന്നവൻ, ദൃശ്യം അനുഭവിക്കപ്പെടുന്നത്. അപ്പോ അനുഭവിക്കപ്പെടുന്നവ പലതാണ്. അത് എപ്പോഴും ബഹുവചനത്തിലായിരിക്കും. അനുഭവിക്കുന്നവൻ ഏകനുമായിരിക്കും. അപ്പൊ എന്തിനാണ് ഈ ദൃശ്യങ്ങളെ വിവേചനം ചെയ്ത് ഒഴിവാക്കേണ്ടത്? വിവേചനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അവയെ ഒഴിവാക്കാനാണ്. അതായത് ദൃശ്യങ്ങളുടെ പിടിയിൽപ്പെടാതെ ദ്രഷ്ടാവിനെ താമരത്തണ്ടിൽ നിന്ന് അതിൻ്റെ ഉള്ളിലുള്ള നേർത്ത വെളുത്ത നൂലിനെ പൊട്ടാതെ പുറത്തേക്കെടുക്കുന്നത് പോലെ സൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ദൃശ്യത്തിൽ നിന്ന് ദ്രഷ്ടാവിനെ വിടർത്തുക എന്ന് പറയുന്നത്, വേർപെടുത്തുക. അപ്പം അതിന് തീക്ഷ്ണമായ ബുദ്ധി വേണം, ഏകാഗ്രത വേണം, ചിന്താശേഷി വേണം, വിവേകം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ ദൃശ്യമണ്ഡലത്തിൽ നിന്ന് ദ്രഷ്ടാവിനെ മാത്രമായി വേർതിരിച്ചെടുക്കാൻ പറ്റൂ. അത് ബുദ്ധി കൊണ്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അത് പുറമേ കൈകാലുകൾ ചലിപ്പിച്ചോ അല്ലെങ്കിൽ പ്രാണനെ നിയന്ത്രിച്ചതുകൊണ്ടോ ഒന്നും ഈ ദൃഗ്ദൃശ്യ വിവേകം സാധ്യമല്ല. അത് തികച്ചും ബുദ്ധിയധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ്. ഈ ദൃശ്യങ്ങളെ എന്തിനാണ് ഒരാൾ ഒഴിവാക്കേണ്ടത്? ദൃശ്യങ്ങൾ അവിടെ ഇരുന്നോട്ടെ, നമുക്ക് ആത്മാവിനെ കണ്ടെത്തിയാൽ പോരെ. ദ്രഷ്ടാവ് ഉള്ളിലാണല്ലോ ഞാൻ എന്ന അനുഭവം. അപ്പൊ ഈ ദൃശ്യങ്ങളെ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകത എന്ത് എന്നൊരു സംശയം സാധകന്റെ ഉള്ളിൽ ഉദിക്കണം. അതൊരു മസ്റ്റാണ്. അങ്ങനെ ഒരു ചോദ്യം ഉദിച്ചേ പറ്റൂ. എന്തിനാണ് ഈ ദൃശ്യങ്ങളെ ഒഴിവാക്കേണ്ടത്? ദ്രഷ്ടാവ് കുടുങ്ങിക്കിടക്കുന്നത് ദൃശ്യങ്ങളിലാണ്. ദ്രഷ്ടാവിൻ്റെ ബന്ധം ദൃശ്യങ്ങളിലാണ്. ബന്ധം എന്നുള്ളത് മനസ്സിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഒരു അവസ്ഥയാണെങ്കിലും ആ അവസ്ഥയ്ക്ക് കാരണമായത് ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളെ ഒഴിവാക്കുക തന്നെ വേണം. ദൃശ്യങ്ങളെ എങ്ങനെ ഒഴിവാക്കും? അതാണ് അടുത്ത ചോദ്യം. ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ 5ലൂടെ അനുഭവപ്പെടുന്ന 5 തരത്തിലുള്ള അസംഖ്യം ദൃശ്യങ്ങളാണ് നമുക്കുള്ളത്. നമുക്കതിനെ 5 വിഭാഗമായിട്ട് തരംതിരിക്കാം. കാണപ്പെടുന്നവ, കേൾക്കപ്പെടുന്നവ, രുചിക്കപ്പെടുന്നവ, മണക്കപ്പെടുന്നവ, സ്പർശിക്കപ്പെടുന്നവ. ഉള്ളിലുള്ള ദൃശ്യങ്ങളായാലും ഈ 5 ഏതെങ്കിലും ഒരെണ്ണത്തിലെ അവ ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ ദൃശ്യങ്ങളെ എന്തിനാണ് ഒഴിവാക്കേണ്ടത്? ദ്രഷ്ടാവിനെ രക്ഷപ്പെടുത്താൻ. ദ്രഷ്ടാവ് കുടുങ്ങിക്കിടക്കുന്നത് ദൃശ്യങ്ങളിലാണ്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് ദ്രഷ്ടാവിനെ മുക്തനാക്കണം. അതാണ് യഥാർത്ഥത്തിൽ മോക്ഷം. അത് തന്നെയാണ് സ്വരൂപജ്ഞാനം. ജ്ഞാനത്തിലൂടെയാണ് മോക്ഷം നേടേണ്ടത് എന്നാണ് ഉപനിഷത്തുകൾ അനുശാസിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങളെ എങ്ങനെ ഒഴിവാക്കും? ദൃശ്യങ്ങളാണ് വ്യക്തികളുടെ അല്ലെങ്കിൽ ജീവന്മാരുടെ ബന്ധത്തിന് മൂലകാരണം. ദൃശ്യങ്ങൾ. യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമചന്ദ്രനെ പറഞ്ഞ് കേൾപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹം ബന്ധം എന്താണ് എന്ന ആ ശ്ലോകത്തിൽ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. ബന്ധം എന്ന് പറഞ്ഞാൽ സംസാര ബന്ധം. കുടുംബ ബന്ധവും രാഷ്ട്രീയ ബന്ധവും കുട്ടികളുമായുള്ള ബന്ധവും സുഹൃത്ത് ബന്ധവും ബന്ധുക്കളുമായിട്ടുള്ള ബന്ധവും എല്ലാം ബന്ധമാണ്. ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധനം എന്നർത്ഥം.
ഒക്കെ ഓരോ കെട്ടായി ജീവനെ ബന്ധിച്ചിരിക്കുന്നു. വസിഷ്ഠ മഹർഷി പറയുന്ന കാര്യം ഇതാണ്: ദ്രഷ്ടുർ ദൃശ്യസ്യ സത്താംഗ ബന്ധയിത്യഭിധീയതേ. ഇങ്ങനെ ഒരു നിർവചനം മറ്റാരെങ്കിലും നൽകിയതായി എൻ്റെ അല്പമായ അറിവിലില്ല. വസിഷ്ഠ മഹർഷി മാത്രമേ ഇങ്ങനെ ഒരു നിർവചനം ബന്ധത്തിന് നൽകിയിട്ടുള്ളൂ. എന്താണ് ബന്ധം? ദ്രഷ്ടാവിന് ദൃശ്യങ്ങൾ സത്യമാണ് എന്നുള്ള തോന്നൽ തന്നെയാണ് ബന്ധം. ദൃശ്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്നതൊക്കെ വാസ്തവമാണ്. ഈ പുറം വിഷയങ്ങൾ, ആ പുറം വിഷയങ്ങളിലൂടെ എനിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ ഇതൊക്കെ ഉള്ളതാണ്, വാസ്തവമാണ് എന്നുള്ള ഉറച്ച വിശ്വാസം അത് തെറ്റിദ്ധാരണ തന്നെയാണ്. പക്ഷേ അത് സത്യമെന്ന പോലെ ജീവന്റെ ഉള്ളിൽ ഉറച്ചു പോയിരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി വാസനകളായി അത് ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ വാസ്തവമാണ്, അല്ലെങ്കിൽ അവ ഉള്ളതാണ് എന്ന് കരുതി ജീവൻ ജീവിക്കുന്നുണ്ടല്ലോ, ആ നില തന്നെയാണ് ബന്ധം, അല്ലെങ്കിൽ സംസാരബന്ധം. അപ്പോൾ ആദ്യം ഈ ദൃശ്യങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആദ്യവും അവസാനവുമായിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബാഹ്യപ്രപഞ്ചവും ആന്തരിക പ്രപഞ്ചവും രണ്ടും മിഥ്യയാണെന്ന് തീരുമാനിക്കണം. ഈ മിഥ്യയാണെന്ന് തീരുമാനിക്കാൻ ഒരു വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയയാണ് നിത്യാനിത്യ വസ്തു വിവേകം. അതിനെയാണ് നമ്മൾ നേരത്തെ വിവേകം എന്ന് ചുരുക്കി പറഞ്ഞത്. ഏത് നിത്യം, ഏത് അനിത്യം, ഏതാണ് നശ്വരം, ഏതാണ് അനശ്വരം, നാശമില്ലാത്തത്, അതിനെ വേർതിരിച്ചറിയണം. ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടായി നിലനിന്ന് നശിക്കുന്നവയാണ്. ഏത് ദൃശ്യങ്ങളെ വേണമെങ്കിലും എടുത്തോളൂ. സൂര്യൻ മുതൽ അമീബ അല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ഒരു അണുജീവി വരെ ദൃശ്യമാണ്, നമ്മുടെ അനുഭവമണ്ഡലത്തിൽ പെടുന്നവയാണ്. അവയൊക്കെ എന്നോ ഉണ്ടായവയാണ്. കുറേ കാലം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളാവാം. എന്നാലും അനന്തമായ കാലപ്രവാഹത്തിൽ എപ്പോഴോ ഉണ്ടായി കുറേ ദൂരം ആ കാലപ്രവാഹത്തിലൂടെ ഒഴുകി അവസാനം കാലത്തിൽ തന്നെ മറഞ്ഞു പോകുന്നവയാണ് ഈ ദൃശ്യങ്ങൾ. അതുകൊണ്ട് ദൃശ്യങ്ങൾ വാസ്തവമല്ല, അവ യഥാർത്ഥത്തിൽ ഉള്ളവയല്ല. അത് ദ്രഷ്ടാവിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഉള്ളതുപോലെ തോന്നുന്നു. നമ്മുടെ കഴിവുകേടാണ് ഈ പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതാൻ കാരണം. പ്രപഞ്ചം സത്യമായതുകൊണ്ടല്ല, പ്രപഞ്ചം മിഥ്യയാണ് എന്നാണ് വേദാന്ത ശാസ്ത്രത്തിന്റെ സുചിന്തിതമായ തീരുമാനം. ശങ്കരാചാര്യരെ പോലെയുള്ള മഹാത്മാക്കൾ, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള അദ്വൈത വേദാന്തികൾ, എത്രയെത്ര മഹാന്മാർ, അവരൊക്കെ ഐകകണ്ഠ്യേന പ്രഖ്യാപിക്കുന്ന കാര്യം ഇതാണ്: ബ്രഹ്മസത്യം ജഗൻ മിഥ്യ. ജഗത്ത് മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ, മിഥ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇല്ല, ഉള്ളതുപോലെ തോന്നുന്നു. ഒന്ന് ഉള്ളതുപോലെ തോന്നാൻ കാരണം അതിനെ ഉള്ളതായി തെറ്റിദ്ധരിക്കാൻ ഒരുവൻ ഉള്ളത് കൊണ്ടാണ്. മരുഭൂമിയിലെ കാനൽ ജലം അത് ഉള്ളതുപോലെ തോന്നുന്നു. ആർക്ക്? മരുഭൂമിക്കല്ല, മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു മാൻപേടയ്ക്ക്, മൃഗങ്ങൾക്കും അവിടെ വെള്ളം ഉള്ളതുപോലെ ഒരു ഭ്രമം അനുഭവപ്പെടും എന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് ഈ കാനൽ ജലത്തിന് വേറൊരു പേരുണ്ട്, മൃഗതൃഷ്ണ, മൃഗതൃഷ്ണിക. മൃഗം എന്ന് പറഞ്ഞാൽ അവിടെ ഏത് മൃഗവുമാവാം, അല്ലെങ്കിൽ ഒരു മാൻപേട. അപ്പോൾ ഈ മനുഷ്യരുടെ കണ്ണ് മാത്രമല്ല ഈ ഇല്ലാത്ത ജലത്തെ കാണുന്നത്, മൃഗങ്ങൾക്കും ആ കാഴ്ച സംഭവിക്കുന്നു. ആ ഇല്ലാത്ത വെള്ളം കുടിക്കാനായി അവ മരുഭൂമിയിലൂടെ ഓടുന്നു. അവിടെ വാസ്തവത്തിൽ വെള്ളമില്ലാത്തത് കൊണ്ട് ആ ദൃശ്യം, കാനൽ ജലം എന്നുള്ള മിഥ്യാ ദൃശ്യം അകന്നകന്നു പോകുന്നു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കിട്ടാതെ ആ മരുഭൂമിയിൽ തന്നെ വീണ് മരിക്കുന്നു, മനുഷ്യരായാലും മൃഗങ്ങളായാലും. അപ്പോൾ ഭ്രമത്തെ ഭ്രമമായി അറിയണം. ഭ്രമത്തെ സത്യമെന്ന് കരുതുമ്പോഴാണ്
മനുഷ്യന് അവയിൽ സംഘമുണ്ടാവുന്നത്. മനസ്സ് ഒന്നിൽ ആകൃഷ്ടമാകാൻ കാരണം അത് വാസ്തവത്തിൽ അവിടെ ഉണ്ട്. അത് അകത്തോ പുറത്തോ എവിടെയോ ആയിക്കോട്ടെ, ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് കരുതുന്നത് അത് ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണ തന്നെയാണ്. ആ തെറ്റിദ്ധാരണയാണ് മനുഷ്യന് മോഹം ജനിപ്പിക്കുന്നത്. ആ വസ്തു അവിടെ ഇല്ല എന്നറിയൂ, മിഥ്യയാണ് എന്ന് ധീരമായി തീരുമാനിക്കാൻ കഴിഞ്ഞാൽ മനസ്സ് ആ വിഷയത്തിൽ പതിയുകയില്ല, ഒട്ടിപ്പോവുകയില്ല. അങ്ങനെയാണ് സംഘത്തിൽ നിന്ന് ഒരു മനസ്സ് മുക്തമാകുന്നത്, അല്ലെങ്കിൽ മുക്തമാകേണ്ടത്. അപ്പോൾ ദൃശ്യങ്ങളെ വേർതിരിക്കണം. ഏതൊക്കെയാണ് എൻ്റെ ദൃശ്യമണ്ഡലത്തിൽ പെടുന്നത്? നമുക്ക് പുറം ലോകത്തു നിന്ന് തന്നെ വരാം. എക്സ്റ്റേണൽ വേൾഡ്, ബാഹ്യപ്രപഞ്ചം, അനന്തകോടി നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉൾക്കൊള്ളുന്ന ആകാശത്ത് നമ്മൾ രാത്രി മുകളിലേക്ക് നോക്കിയാൽ കാണപ്പെടുന്ന അനേകം ജ്യോതിർഗോളങ്ങൾ, അതെല്ലാം ദൃശ്യം എന്ന വാക്കിലടങ്ങും. അതൊന്നും വാസ്തവമല്ല. ഈ ബാഹ്യദൃശ്യങ്ങൾ ഉണ്ടായി മറയുന്നവയാണ്. അവ എന്നാണ് ഉണ്ടായത്, എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അവയിൽ പലതും നഷ്ടമാകുന്നു എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പറയുന്നത്. ആദ്യം പറഞ്ഞ് സൗരയൂഥത്തിൽ 9 ഗ്രഹങ്ങളേ ഉള്ളൂ എന്ന്. അങ്ങനെയൊക്കെയാണ് എന്നെ പഠിപ്പിച്ചത്. നിങ്ങളെയൊക്കെ അങ്ങനെയായിരിക്കും പഠിച്ചത്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന 9 ഗ്രഹങ്ങളും ചേർന്നതാണ് സൂര്യകുടുംബം അഥവാ സൗരയൂഥം. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു 10ാമതൊരു ഗ്രഹം കൂടെ ഉണ്ടെന്ന്. അതിന് അവർ ഇട്ട പേര്, ആ 10ാമത്തെ ഗ്രഹത്തിന് പ്ലാനറ്റ് എക്സ് എന്നാണ്. പ്ലാനറ്റ് എക്സ്, 9 കൂടാതെ 10. അങ്ങനെ കുറെ കാലം പറഞ്ഞു. സൂര്യനും 10 ഗ്രഹങ്ങളും. അവസാനം എന്തായി? ഒരു ദിവസം നോക്കിയപ്പോൾ പ്ലാനറ്റ് എക്സിനെ കാണാനില്ല. ഇപ്പൊ പറയുന്നു 9 ഗ്രഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയും. കാരണം ദൃശ്യങ്ങളെയാണ് ആധുനിക ശാസ്ത്രം പഠനത്തിന്, ഗവേഷണത്തിന് വിധേയമാക്കുന്നത്. അതൊക്കെ ഇല്ലാത്തതാണ് എന്നാണ് വേദാന്തികളുടെ, നമ്മുടെ മഹർഷിമാരുടെ കണ്ടെത്തൽ. അവർ അതുകൊണ്ട് ബാഹ്യദൃശ്യങ്ങളെ പഠിക്കുന്നത് ഉപേക്ഷിച്ചു. അവരുടെ അന്വേഷണം ഉള്ളിലായി. കാരണം പുറത്തുള്ളത് മിഥ്യയാണ് എന്ന് അല്പം ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് എത്ര ഉജ്ജ്വലമോ ആയിക്കോട്ടെ, പക്ഷെ അതൊക്കെ ഒരു ദിവസം നശിക്കും. ആ കാര്യം അവർക്ക് പിടികിട്ടി. അതുകൊണ്ട് അന്വേഷണം അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പുറം ലോകത്തിൽ നടത്തേണ്ട കാര്യമില്ല എന്ന് അതിവേഗം അവർ മനസ്സിലാക്കി. ഇനിയിപ്പോൾ അന്വേഷണത്തെ ഉള്ളിലേക്ക് തിരിച്ചുവിടണം. ഈ ദൃശ്യങ്ങളെയൊക്കെ കാണുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന ഞാൻ പുറത്തല്ല, അത് ഉള്ളിലാണ്. ഉള്ളിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്നാണ്. ശരീരത്തിന് പുറത്താണ് ഈ ഞാനെങ്കിൽ, പുറത്തായിരുന്നു ഈ ഞാനെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് ഈ ഞാനിനെ കാണാമായിരുന്നു. പക്ഷേ എൻ്റെ ഉള്ളിലെ ഞാനിനെ എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ, അനുഭവിക്കാൻ പറ്റൂ. കാണാൻ പറ്റില്ല. ഈ ഞാൻ എന്ന അനുഭവം എനിക്ക് മാത്രം സ്വന്തമായ ഒന്നാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും അതാത് വ്യക്തിയുടെ ആ വ്യക്തിത്വം, ഞാൻ എന്ന അനുഭവം ആ വ്യക്തിക്ക് മാത്രം സ്വന്തമായതാണ്. അപ്പോൾ ഈ ദൃശ്യമണ്ഡലത്തെ വിശകലനം ചെയ്യുന്നത് നിഷ്പ്രയോജനമാണെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് അന്വേഷണത്തെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ടു. ഈ ദൃശ്യങ്ങളെയൊക്കെ അനുഭവിക്കുന്നത് ആരാണ്? ഞാൻ എന്ന വ്യക്തിയാണ്. മറ്റ് ഞാനുകളും അനുഭവിക്കുന്നില്ലേ? മറ്റ് വ്യക്തികളും പക്ഷിമൃഗാദികളും ഒക്കെ അനുഭവിക്കുന്നില്ലേ? അതായിക്കോട്ടെ, അവരുടെ കാര്യം നോക്കണ്ട. നമുക്ക് ഞാൻ ആരാണ് എന്നാണല്ലോ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഞാനിനെ മാത്രം നമ്മൾ പഠന വിധേയമാക്കിയാൽ മതി. അപ്പൊ ദൃശ്യങ്ങൾ മുഴുവൻ പുറന്തള്ളി. എങ്ങനെ പുറന്തള്ളി എന്ന് ചോദിച്ചാൽ, ഇല്ല എന്ന് തീരുമാനിച്ചു പുറന്തള്ളി. അത് ആ തീരുമാനം എടുക്കാൻ നമ്മെ സഹായിക്കുന്നത് വിവേകമാണ്. വിവേകം ശുദ്ധമായ ചിത്തത്തിൽ മാത്രമേ ഉദിക്കുകയുള്ളൂ. മനസ്സ് പവിത്രമാകണം. മനസ്സിലുള്ള രജസിന്റെയും തമസിന്റെയും സ്വാധീനങ്ങൾ
മനസ്സിന്റെ ചാഞ്ചല്യം, മനസ്സിന്റെ ജാഡ്യം അല്ലെങ്കിൽ ജഡത്വം, കാര്യങ്ങളെ വിശകലനം ചെയ്യാനുള്ള കഴിവില്ലായ്മയാണ് ഈ ജഡത്വം എന്ന് പറയുന്നത്. അതിനെ കുറച്ചു കുറച്ചായി സത്കർമ്മങ്ങളിലൂടെ, പുണ്യപ്രവൃത്തികളിലൂടെ, ഈശ്വരാരാധനയിലൂടെ, ഭക്തിയിലൂടെ മനസ്സിനെ പവിത്രമാക്കിയതിനു ശേഷം ഈ തത്വചിന്തയുടെ മാർഗത്തിൽ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുന്ന ഒരാൾക്ക് ദൃശ്യമണ്ഡലം ഭ്രമമാണ് അല്ലെങ്കിൽ ഇല്ലാത്തതാണ് എന്ന് അല്പം ചിന്തിച്ചാൽ മനസ്സിലാകും. ബാഹ്യലോകം അത് എത്ര വലുതോ ആയിക്കോട്ടെ, അതിൻ്റെ അനുഭവം നമ്മളൊന്ന് ഉറങ്ങിയാൽ ഇല്ലാതാവും. നമ്മുടെ ഒരു ഉറക്കം കൊണ്ട് തുടച്ചു നീക്കപ്പെടുന്നതാണ് പ്രപഞ്ചാനുഭവം. ഉറങ്ങുന്ന ഒരാൾക്ക് പ്രപഞ്ചാനുഭവം ഇല്ല, അയാൾ സ്വയം മറന്ന് ഉറങ്ങുകയാണ്. ഉറക്കം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗാഠനിദ്രയാണ്. സുഷുപ്തി എന്ന് പറയും, ഡീപ്പ് സ്ലീപ്പ്. സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങുന്നതല്ല. ആ ഗാഠനിദ്രയിൽ പ്രപഞ്ചാനുഭവങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റപ്പെടും, നമ്മുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ. ഉറക്കത്തിൽ ദൃശ്യങ്ങൾ മറഞ്ഞു പോകുന്നു. അതിനുവേണ്ടി നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒരു സാധനയും ചെയ്യുന്നില്ല. മനസ്സ് ലയിച്ചു പോകുന്നു. മനസ്സ് ലയിച്ചു പോകുന്നതോടുകൂടി ദൃശ്യമണ്ഡലം അനുഭവത്തിൽ നിന്നും മറയുന്നു. അടുത്ത ദിവസം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സ് ഉണർന്നു വരുമ്പോൾ വീണ്ടും ഈ ദൃശ്യങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ മനസ്സുള്ളിടത്ത് ദൃശ്യമുണ്ട്, മനസ്സില്ലാത്തയിടത്ത് ദൃശ്യമില്ല. ഈ രണ്ട് വാക്യങ്ങളെയും നല്ലതുപോലെ ചിന്തിച്ചാൽ നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. മനസ്സുണ്ടെങ്കിൽ ദൃശ്യമുണ്ട്, മനസ്സില്ലാത്തയിടത്ത് ദൃശ്യമില്ല. അതുകൊണ്ട് ദൃശ്യമായി കാണപ്പെടുന്നത് മനസ്സ് തന്നെയാണ്. തീർന്നില്ലേ? ദൃശ്യമായി കാണപ്പെടുന്നത് മനസ്സാണ്. ഈ മനസ്സ് പുറത്തല്ല, ഉള്ളിലാണ്. അപ്പോൾ ഉള്ളാണ് വെളിയായി പ്രകാശിക്കുന്നത് എന്നുള്ള കാര്യം അല്പം ചിന്തിക്കുന്ന ഒരാൾക്ക് വ്യക്തമാകും. അപ്പോൾ ഈ മനസ്സിനെ പഠിച്ചാൽ പോരെ? ഇനി എന്തിനാണ് ഈ ദൃശ്യമണ്ഡലത്തെ വിശകലനം ചെയ്യുന്നത്? ഗവേഷണം എന്തിനി ഈ പുറം ലോകത്തിൽ? അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അന്വേഷണത്തെ ഉള്ളിലേക്ക് തിരിച്ചുവിട്ടു തത്വദർശികൾ അല്ലെങ്കിൽ തത്വജ്ഞാനികൾ, ഋഷിമാർ. ഉള്ളിലേക്ക് തിരിഞ്ഞപ്പോൾ ഉള്ളിലുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ബാഹ്യ ദൃശ്യങ്ങളെ മുഴുവൻ ത്യജിച്ചു. ആ ദൃശ്യങ്ങളെ ത്യജിക്കുമ്പോൾ അവനവന്റെ ശരീരവും അതിൽ ഉൾപ്പെടും എന്ന് ഓർമ്മിക്കണം. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ശരീരം. അത് എൻ്റേതാണ് എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസം മാത്രമാണ്, എൻ്റേതല്ല. നിങ്ങളുടേതായിരുന്നെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന അത്രയും കാലം ഈ ശരീരത്തെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല? അത് പോയിപ്പോവും. അതിൻ്റെ ആ ആയുസ് അവസാനിക്കുമ്പോൾ, പ്രാരബ്ധം തീരുമ്പോൾ ആ ശരീരം നഷ്ടമാവും. അതുകൊണ്ട് ശരീരം ഉൾപ്പെടെയുള്ള ദൃശ്യത്തെയാണ് ദൃശ്യം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൻ്റെ ശരീരത്തെ മാത്രം അതിൽ നിന്ന് അടർത്തിയെടുക്കരുത്. അപ്പോൾ പ്രപഞ്ചത്തെ, ബാഹ്യപ്രപഞ്ചത്തെ, ദൃശ്യത്തെ ത്യജിച്ചു എന്ന് പറഞ്ഞാൽ ശരീരം ഉൾപ്പെടെയുള്ള പുറം ലോകത്തെ മുഴുവൻ ത്യജിച്ചു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അതൊക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്ന കാര്യം മനസ്സിലായി. മനസ്സുള്ള സ്ഥലത്തെ ശരീരാനുഭവവും പ്രപഞ്ചാനുഭവവും ഉള്ളൂ. മനസ്സില്ലാത്ത സ്ഥലത്ത് ഈ രണ്ടനുഭവങ്ങളും ഇല്ല. അതുകൊണ്ട് പ്രപഞ്ചവും ശരീരവുമായി കാണപ്പെടുന്നത് മനസ്സാണ്. ആ മനസ്സ് ഈ ശരീരത്തിന്റെ ഉള്ളിലാണ് എന്നാണ് സകല മനുഷ്യരും വിചാരിച്ചിരിക്കുന്നത്. ശരീരത്തിന്റെ ഉള്ളിലാണ് മനസ്സ്. ഒരല്പനേരം നമുക്ക് ഈ കാര്യം ഒന്ന് ചിന്തിക്കാം. ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ മനസ്സ്? മനസ്സ് പുറത്തല്ല. എന്തുകൊണ്ടെന്നാൽ വേറൊരു വ്യക്തിക്ക് കാണാൻ കഴിയുന്നില്ല, നമുക്കും കാണാൻ കഴിയുന്നില്ല. മനസ്സ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ഒരു അനുഭവമാണ്. അപ്പോൾ ആ ഒരു ഉള്ളനുഭവത്തെ പുറമേ ആണ് എന്ന് കരുതാൻ നിർവാഹമില്ല. അപ്പോൾ മനസ്സ് ഉള്ളിലാണ്. ഉള്ളിലാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ ഉള്ളിലാണെന്ന്. ശരീരത്തിന്റെ ഉള്ളിലാണ് മനസ്സ്. തൽക്കാലം
നമുക്ക് ആ വാദത്തെ അംഗീകരിക്കാം. ശരീരത്തിന്റെ ഉള്ളിലാണ് മനസ്സ്. ശരി, ഈ ശരീരം എന്ന് പറയുന്നത് ഒരു അനുഭവമല്ലേ? എനിക്ക് ശരീരമുണ്ട്, അതൊരനുഭവമാണ്. ആ അനുഭവം ശരീരത്തിലോ മനസ്സിലോ? ഇപ്പോ ശരീരത്തിന്റെ ഉള്ളിലാണ് മനസ്സ് എന്ന് തർക്കിച്ച വ്യക്തി അല്പം ചിന്തിക്കുമ്പോൾ ശരീരം നിലനിൽക്കുന്നത് മനസ്തലത്തിലാണ്, ശരീര അനുഭവം മനസ്സിലാണ്. അപ്പോൾ മനസ്സിലല്ലേ ഈ ശരീരം നിലനിൽക്കുന്നത്? മനസ്സിൽ നിലനിൽക്കുന്ന ശരീരത്തെ നമ്മൾ തെറ്റായി മനസ്സിലാക്കിയിട്ട് ശരീരത്തിന്റെ ഉള്ളിലാണ് മനസ്സ് എന്ന് പറയുന്നു. ഇവിടെ നിന്ന് തുടങ്ങുന്നു മായ. അതായത് അകമേത് പുറമേത് എന്ന് പോലും തീരുമാനിക്കാൻ കഴിയാത്ത ഒരു ഭ്രമത്തിൽ പെട്ടിരിക്കുന്നു ഓരോ വ്യക്തിയും. വാസ്തവത്തിൽ മനസ്സിലാണ് ഈ ശരീരം, ശരീരത്തിന്റെ ഉള്ളിലല്ല മനസ്സ്. മനസ്സ് തന്നെ ശരീരഭ്രമത്തെ ഉണ്ടാക്കുന്നു എന്നർത്ഥം. അപ്പോൾ പുറം ദൃശ്യങ്ങളെ നമ്മൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ മാഞ്ഞുപോയി എന്നല്ല അർത്ഥം. ഇതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ, യഥാസ്ഥാനത്ത് ഇരുന്നോട്ടെ. അതില്ല എന്ന് നമ്മൾ ധീരമായി തീരുമാനിച്ചാൽ നാം അതിനെ ഒഴിവാക്കിയതിന് തുല്യമാണ്. ഇല്ല, അത് സത്യമാണെന്ന് ഞാൻ അല്പം പോലും കരുതുന്നില്ല. ഇനി ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഈ മനസ്സിന്റെ ഗതിവിഗതികളെ അല്ലെങ്കിൽ ചലനങ്ങളെ അറിയിച്ചു തരുന്നത് ബുദ്ധിയാണ്. അത് മനസ്സിന്റെ തന്നെ മറ്റൊരു പ്രവൃത്തിയാണ്. ബുദ്ധി ഒരു കാര്യത്തെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സ് ഇപ്പൊ ശാന്തമാണ്, കുറച്ചു മുമ്പ് അത് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ എങ്ങനെയാ തിരിച്ചറിയുന്നത്? അതിന് സഹായിക്കുന്ന ചിത്തവൃത്തിയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അത് മനസ്സിന്റെ തന്നെ മറ്റൊരു പ്രവർത്തനമാണ്. വേദാന്തത്തിൽ ഇതിനെ ഓരോന്നും പ്രത്യേകമായിട്ടാണ് പറയുന്നത്. അപ്പം മനസ്സ്, ബുദ്ധി, പിന്നെ ചിത്തം എന്നൊരംശത്തെ പറയുന്നുണ്ട്. അത് ഓർമ്മയാണ്. ഒരു ജീവിതത്തിൽ ഒരു വ്യക്തി നേടുന്ന സകല അനുഭവങ്ങളും ഓർമ്മയുടെ രൂപത്തിൽ ഉള്ളിൽ എവിടെയോ ശേഖരിക്കപ്പെടുന്നു. അതിനെയാണ് ചിത്തം എന്ന് പറയുന്നത്. മലയാളത്തിൽ മനസ്സിന്റെ പര്യായപദമായിട്ടാണ് ചിത്തം എന്ന വാക്കിനെ പ്രയോഗിക്കുന്നത്. മലയാളം ക്ലാസ്സുകളിൽ അങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിന്റെ പര്യായപദം അന്ധഃകരണം, ചിത്തം. പക്ഷെ വേദാന്തത്തിൽ മനസ്സ് വേറെ, ചിത്തം വേറെയാണ്. മനസ്സ് സങ്കല്പ വികല്പാത്മകമാണ് എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഭാവന ചെയ്യുകയോ സങ്കല്പിക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നിനെ സംശയിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ മനസ്സ് എന്ന് പറയും. ആ നിലവിട്ട് ഒന്നിനെ തീരുമാനിക്കുമ്പോൾ അതിനെ ബുദ്ധി എന്ന് പറയും. എല്ലാം ചെയ്യുന്നത് അകത്തുള്ള ഒരു സാധനമാണ്. അതിനെ അന്ധഃകരണം എന്നാണ് വേദാന്തം വിളിക്കുന്നത്. അതിന് 4 തരത്തിലുള്ള പ്രവർത്തന ശൈലികളുണ്ട്. സങ്കല്പം, വികല്പം, എന്തിനെങ്കിലും ചിന്തിക്കുക അല്ലെങ്കിൽ സങ്കല്പിക്കുക, അതുപോലെ സംശയിക്കുക. ഇത് രണ്ടും ചെയ്യുന്ന അംശത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത്. ചിത്തം എന്ന് പറഞ്ഞാൽ ഓർമ്മകളുടെ ശേഖരം. ശേഖരിക്കപ്പെടുന്നത് ചിത്തത്തിലാണ്. തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. ഇനി ഒരെണ്ണം കൂടെയുണ്ട്, അഭിമാനം. ഞാനൊരു വ്യക്തിയാണ്, ഞാനൊരു പുരുഷനാണ്, സ്ത്രീയാണ്, കുട്ടിയാണ്, മധ്യവയസ്കനാണ്, അല്ലെങ്കിൽ വൃദ്ധനാണ്, വൃദ്ധയാണ്. ഇങ്ങനെ ഞാനുണ്ട്, എന്നെ ആരും ഒന്നും പറയരുത്, എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ കാണിച്ചു തരും, അവനെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ അഭിമാനത്തോടുകൂടി, അല്ലെങ്കിൽ അഹങ്കാരം. ആ അഹങ്കാരത്തെ തന്നെയാണ് 4ാമത്തെ അംശമായി വേദാന്തം പറയുന്നത്. അഹങ്കാരം എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല, അതായത് ധിക്കാരം എന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ എന്ന ഭാവം, ഈഗോ എന്നർത്ഥം. ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള വിചാരം സകലരിലും ഉണ്ട്. അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ. ഇനി വേറൊന്നുകൂടെയുണ്ട്, പ്രാണൻ. അത് ശരീരത്തെ സചേതനമാക്കി നിർത്തുന്ന ഒരു ശക്തിവിശേഷമാണ്. അതും ബ്രഹ്മത്തിന്റെ തന്നെ ഒരു ശക്തിവിശേഷമാണ്. ആ പ്രാണൻ എല്ലാ ജീവികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ്. എന്തു വില കൊടുത്തും പ്രാണനെ നശിക്കാതെ സംരക്ഷിക്കണം, നാശത്തിൽ നിന്ന് രക്ഷിക്കണം.
ഞാൻ എന്നും ജീവിക്കണം, ഞാൻ ഒരിക്കലും മരിച്ചു പോകരുത്, ഇങ്ങനെയുള്ള ചിന്തയൊക്കെ ഈ ഞാൻ എന്ന ഭാവത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പോൾ പ്രാണൻ, പിന്നെ നേരത്തെ പറഞ്ഞ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ എല്ലാം ഉള്ളിലുള്ളതാണ്. ഇവയുടെ എല്ലാറ്റിൻ്റെയും ആധാരം അല്ലെങ്കിൽ തായ്വേര് ഞാൻ എന്ന ഭാവമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, പ്രപഞ്ചമുണ്ട്, ശരീരമുണ്ട്, ഈ പ്രാണൻ എൻ്റേതാണ്, മനസ്സ് എൻ്റെ, ബുദ്ധി എൻ്റെ, ഇന്ദ്രിയങ്ങൾ എൻ്റെ, ഇങ്ങനെ ഓരോന്നും, ചിത്തം എൻ്റെ, ഓർമ്മ, ഇതെല്ലാം എൻ്റെയാണ് എന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദുവായിരിക്കുന്ന ഒന്നുണ്ട്, അതാണ് അഹങ്കാരം. അതിനെയാണ് വേദാന്തം ജീവഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃക്ക്, കാണുന്നവൻ അല്ലെങ്കിൽ അനുഭവിക്കുന്നവൻ, ഞാൻ എന്ന വ്യക്തിത്വം. മറ്റുള്ളതെല്ലാം ഈ ഞാനിൻ്റെ ദൃശ്യങ്ങളാണ്. അപ്പോൾ ദൃഗ്ദൃശ്യം രണ്ടായിട്ട് നമ്മൾ പിരിച്ചു മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഘട്ടം കൂടെ അപ്പുറത്തോട്ട് കടന്നാൽ പരമസത്യത്തിൽ നമ്മളെത്തും. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ഞാൻ എന്ന ഭാവം പോലും, അതാണ് ദൃക്ക്, അതല്ലാത്തതെല്ലാം ദൃശ്യമാണ്. ഈ ഞാൻ പോലും ഒരർത്ഥത്തിൽ ദൃശ്യമാണ്. അതെങ്ങനെയാ ഞാൻ ദൃശ്യമാവുന്നത്? എല്ലാറ്റിനെയും കാണുന്നവൻ, അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ ഈ ഞാനാണല്ലോ. അത് എങ്ങനെ ദൃശ്യമാകും? ന്യായമായ സംശയമാണ്. ഈ ഞാനിനെ എന്തുകൊണ്ട് ദൃശ്യം എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഞാൻ പൊന്തി മറയുന്ന ഒന്നാണ്. സുഷുപ്തിയിൽ ഈ ഞാനിന്റെ അനുഭവം ഇല്ലേയില്ല. അബോധാവസ്ഥയിൽ ക്ലോറോഫോമോ അതുപോലെയുള്ള വസ്തുക്കൾ നമ്മൾ മണപ്പിച്ചു കഴിഞ്ഞാൽ ബോധമില്ലാതെ കിടക്കും. അങ്ങനെ ഡോക്ടർമാർ സർജറിക്ക് ഈ ഇങ്ങനെയുള്ള രാസവസ്തുക്കളെയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ബോധം നശിക്കുമ്പോൾ, ബോധക്ഷയം സംഭവിക്കുമ്പോൾ, അപ്പോൾ ഈ ഞാനിൻ്റെ അനുഭവം ഇല്ല. വീണ്ടും ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ നാല് ഭാഗത്തും ഞാൻ എവിടെയാണ് കിടക്കുന്നത്, എനിക്ക് എന്തു പറ്റി, ഇങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുക. അപ്പോൾ ഈ ഞാൻ പോലും പൊന്തി മറയുന്ന ഒന്നായതുകൊണ്ട് അത് ദൃശ്യമാണ്. അങ്ങനെ പൊന്തി മറയുന്ന ഒന്നാണ് ഈ ഞാനെങ്കിൽ ആ ദൃശ്യത്തിന്റെ ദ്രഷ്ടാവാരാണ് എന്ന ഒരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കേണ്ടി വരും. ഞാൻ പോലും പൊന്തി മറയുന്ന ഒന്നാണെങ്കിൽ ഈ ഞാനിന്റെ പൊന്തി മറയലുകളെ, പൊന്തലിനെയും മറയലിനെയും ആരറിയുന്നു എന്ന് ചോദിച്ചാൽ അതാണ് യഥാർത്ഥ ദ്രഷ്ടാവ്, ജീവഭാവത്തിന്റെയും ദ്രഷ്ടാവ്. അതിനെയാണ് ബ്രഹ്മം, പരമാത്മാവ്, അഖണ്ഡബോധം എന്ന് പറയുന്നത്. അപ്പോ സാപേക്ഷമായ തലത്തിൽ, ദ്വൈതതലത്തിൽ ദ്രഷ്ടാവ് ഞാനാണ്, ജീവഭാവം. ഈ ജീവന്റെ ആവിർഭാവ തിരോഭാവങ്ങളെ, അതായത് ജീവൻ പൊന്തുന്നതിനെയും മറയുന്നതിനെയും ജീവനെ അറിയിച്ചു കൊടുക്കുന്ന മറ്റൊന്നുണ്ട്. അത് ജീവന്റെ അധിഷ്ഠാനമാണ്. അതിനെയാണ് വേദാന്തം ബ്രഹ്മം, ആത്മാവ്, ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ വിളിച്ചത്. നമ്മൾ ഈ ഭഗവാനെ അമ്പലങ്ങളിലാണ് അന്വേഷിക്കുന്നത്. മലയുടെ മുകളിലും തീർത്ഥസ്ഥാനങ്ങളിലുമാണ് ഈ ദൈവത്തെ തേടി കോടിക്കണക്കിന് ആളുകൾ എത്തുന്നത്. അവരെയൊന്നും ഞാൻ കുറ്റം പറയുകയില്ല, വിമർശിക്കുകയാണെന്ന് ഒരിക്കലും കരുതരുത്. യഥാർത്ഥ ഈശ്വരതത്വം എവിടെയാണ് കുടിയിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ അറിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രവൃത്തി കൊണ്ട് അവർ തെളിയിക്കുന്നത്. അപ്പൊ ആരെങ്കിലും അറിവുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കണം, കാര്യം മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ അന്വേഷിക്കുന്ന ദൈവം പുറത്തല്ല, ഈ പുറം ലോകത്തിലുള്ളതല്ല, പുറമേ ഉള്ളതെല്ലാം നശിക്കുന്നവയാണ്. നിങ്ങളുടെ ദൈവം നശിക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. അപ്പോ അത് ഒരു ബാഹ്യ വിഷയമല്ല. പുറത്തില്ലെങ്കിൽ അത് അകത്തായിരിക്കാനേ തരമുള്ളൂ. അങ്ങനെ ഉള്ളിലുള്ള, ഹൃദയത്തിലുള്ള ഞാൻ എന്ന അനുഭവത്തിനും ആധാരമായിരിക്കുന്ന
ഞാനിന്റെ ആവിർഭാവ തിരോഭാവങ്ങളെ ഞാനിന് മനസ്സിലാക്കി തരുന്ന ആ താൻ, അതാണ് ബ്രഹ്മം. ഇപ്പൊ രണ്ട് വാക്കുകളായി, ഞാനും താനും. നമ്മൾ സാധാരണ താൻ എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. താൻ എവിടെ പോയി? താൻ ഭക്ഷണം കഴിച്ചോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. ആ താനല്ല വേദാന്തം ഉദ്ദേശിക്കുന്ന താൻ. ഞാനിന്റെ ഉണ്ടാകലിനെയും മറയലിനെയും അറിഞ്ഞുകൊണ്ട് അതിന് ആധാരമായി വർത്തിക്കുന്ന മറ്റൊന്നുണ്ട്. അതിനെയാണ് താൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിന് സംസ്കൃതത്തിൽ ആത്മാവ് എന്നാണ് പറയുന്നത്. താൻ എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ആത്മാവ് എന്ന് വേണം പറയാൻ. ഞാൻ എന്ന് പറഞ്ഞാൽ ജീവഭാവം, വ്യക്തിത്വം, അഹന്ത, വ്യക്തി അഹന്ത എന്നർത്ഥം. ഈഗോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോ ജീവന്റെ ഉണ്ടാകലിനെയും മറയലിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായ മറ്റൊന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള ദ്രഷ്ടാവ്. ആ ദ്രഷ്ടാവിന്റെ ദൃശ്യങ്ങളാണ് ഞാനും ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചവും. ആ യഥാർത്ഥ ദ്രഷ്ടാവിനെയാണ് ബ്രഹ്മം, ആത്മാവ് എന്ന് പറയുന്നത്. അത് ഏകമാണ്. എല്ലാ ശരീരങ്ങളിലും മുത്തുമാലയിൽ മുത്തുകളുടെ നടുവിലൂടെ ആരാലും കാണപ്പെടാതെ അനുസ്യൂതമായി വ്യാപിക്കുന്ന നൂലിനെ പോലെയാണത്. മുത്തുമാലയെ കാണുന്ന ഒരു വ്യക്തി നൂലിനെ കാണുന്നില്ല, മുത്തുകളെ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലെ നാം കാണുന്നത് ദൃശ്യങ്ങളെ, ശരീരങ്ങളെ മാത്രമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സകല ശരീരങ്ങളെയും കോർത്തിണക്കുന്ന ഏകമായ അതിസൂക്ഷ്മമായ ആത്മതത്വത്തെ മനുഷ്യർ വേണ്ടവണ്ണം തിരിച്ചറിയുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ ദ്രഷ്ടാവ്. ആ ദ്രഷ്ടാവിനെ കണ്ടെത്തുകയാണ് ജീവിത ലക്ഷ്യം. അതാണ് ആത്മജ്ഞാനം. ആ ദ്രഷ്ടാവിനെ കണ്ടെത്തിയാൽ മറ്റൊരു വലിയ അത്ഭുതം നമ്മെ കാത്തിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ ദ്രഷ്ടാവിനെ കണ്ടെത്തിയാൽ ദൃശ്യം ഒന്നാകെ മാഞ്ഞുപോകും. പിന്നെ അവിടെ ഞാനും ഉണ്ടാവില്ല, എന്റെ അനുഭവ മണ്ഡലത്തിലുള്ള ദൃശ്യങ്ങളും ഉണ്ടാവില്ല. ഞാനും ദൃശ്യവും ആ താനാകുന്ന ആത്മാവിൽ അല്ലെങ്കിൽ യഥാർത്ഥ ദ്രഷ്ടാവിൽ മറഞ്ഞുപോകും. ഇപ്പൊ ദൃശ്യങ്ങളൊന്നുമില്ല, താനാകുന്ന ദ്രഷ്ടാവ് മാത്രമേ ഉള്ളൂ. ദൃശ്യങ്ങളില്ലാതെ ഒരാളെ എങ്ങനെ ദ്രഷ്ടാവെന്ന് പറയും? ദൃശ്യം, ദ്രഷ്ടാവ്, ഇത് പരസ്പര ബന്ധമുള്ള പദങ്ങളാണ്. ഒന്നുണ്ടെങ്കിലേ മറ്റേതുള്ളൂ. ദ്രഷ്ടാവ് എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, അനുഭവിക്കുന്നവൻ. എന്തിനെ അനുഭവിക്കുന്നവൻ? എന്തിനെ കാണുന്നവൻ? അപ്പോൾ ദ്രഷ്ടാവ് ഉണ്ടെങ്കിൽ ദൃശ്യവുമായി ബന്ധപ്പെടുത്തി മാത്രമേ അയാളെ ദ്രഷ്ടാവെന്ന് പറയാൻ പറ്റൂ. ഇനി ദൃശ്യം, കാണപ്പെടുന്നത് അല്ലെങ്കിൽ അനുഭവിക്കപ്പെടുന്നത്. കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ കാണാൻ ഒരാളുണ്ടാവണം. ചുമ്മാതെ കാണപ്പെടുന്നത് മാത്രം എങ്ങനെ ഇരിക്കും? ആരാണ് അതിനെ അനുഭവിക്കുന്നത്, കാണുന്നത്? അപ്പൊ ദ്രഷ്ടാവ് ഉണ്ടാവണം. ദ്രഷ്ടാവ് ഉണ്ടെങ്കിൽ ദൃശ്യമുണ്ടാവണം, ദൃശ്യമുണ്ടെങ്കിൽ ദ്രഷ്ടാവ് ഉണ്ടായേ പറ്റൂ. ഇങ്ങനെ സാപേക്ഷങ്ങളായ ദ്രഷ്ടൃദൃശ്യങ്ങൾ രണ്ടും ഒരുപോലെ കള്ളമാണ്, മിഥ്യയാണ് എന്നാണ് വേദാന്തത്തിന് പറയാനുള്ളത്. അതായത് ഞാൻ വാസ്തവമായ ഒന്നാണ് എന്ന് കരുതുന്ന ജീവനും ആ ജീവൻ സത്യമാണെന്ന് കരുതുന്ന ഈ പ്രപഞ്ചവും ഒരുപോലെ കള്ളമാണ് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ആത്മജ്ഞാനം. അപ്പൊ പിന്നെ വാസ്തവത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ, സാപേക്ഷങ്ങളായ ദ്രഷ്ടൃദൃശ്യങ്ങൾക്കപ്പുറത്തുള്ള ഏകമായ കേവലമായ സത്യമാണ് യഥാർത്ഥത്തിലുള്ളത്. അതിനെയാണ് ബ്രഹ്മം എന്ന് മഹർഷിമാർ വിളിച്ചത്. ഉപനിഷത്തിലെ ആചാര്യന്മാർ ആ സത്യത്തെയാണ് ബ്രഹ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ദൃഗ്ദൃശ്യങ്ങളെ വേർതിരിച്ചറിയുക തന്നെ വേണം. അല്ലാതെ ഒരാൾക്ക് പരമസത്യത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. ദൃഗ്ദൃശ്യങ്ങളെ വേർതിരിച്ചറിയുന്ന ഒരു വ്യക്തി
എന്താണ് അന്തിമമായി അറിയുന്നത് എന്ന് ചോദിച്ചാൽ, സാപേക്ഷങ്ങളായ ദൃക്കും ദൃശ്യവും ഒരുപോലെ ഇല്ലാത്തവയാണ്, കള്ളമാണ് എന്ന് മനസ്സിലാക്കും. ആ സാപേക്ഷ ദൃശ്യങ്ങളുടെ ആധാരമായി, അടിത്തറയായി മറ്റൊരു നിരപേക്ഷമായ സത്യമുണ്ട്. അതാണ് ബ്രഹ്മം. അതിൽ ഈ സാപേക്ഷങ്ങളായവയൊക്കെ ഭ്രമരൂപത്തിൽ മാത്രമേ വിലസിക്കുന്നുള്ളൂ. അതൊന്നും വാസ്തവമല്ല, ആ അധിഷ്ഠാനം മാത്രമാണ് സത്യം എന്നുള്ള അനുഭവപൂർവമായ, അനുഭവത്തിലൂടെയുള്ള അറിവിനെയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. അത് ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. ബുദ്ധി കൊണ്ട് ആദ്യം ഗ്രഹിക്കാം ഇന്നതാണ് സത്യത്തിന്റെ സ്വരൂപം. പക്ഷെ അതിനെ അനുഭവിച്ച് കൃതാർത്ഥത നേടാതെ നമ്മുടെ ജീവിതം ഒരിക്കലും ധന്യമാവുകയില്ല. അതുകൊണ്ട് ദൃഗ്ദൃശ്യ വിവേകം കൂടിയേ തീരൂ. നമ്മളിപ്പോൾ ഒരു സാധകൻ അവന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഇപ്പം അങ്ങ് വിശദീകരിച്ചു. അതെ. എന്നാൽ ഒരു സാധകൻ പുറത്തേക്കാണ് നോക്കുന്നതെങ്കിൽ, ജീവൻ, ജഗത്ത്, ഈശ്വരൻ എന്നുള്ളതിനെയാണ് അവൻ കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയായിരിക്കും ഒരു സാധകൻ നോക്കിക്കാണേണ്ടത്? ചോദ്യത്തിൽ ഒരു ചെറിയ തിരുത്ത് വരുത്തിക്കോട്ടെ. പുറമേ നോക്കുന്ന ഒരു വ്യക്തി ജീവനെയും ഈശ്വരനെയും കാണുന്നേയില്ല, ജഗത്തിനെ മാത്രമേ കാണുന്നുള്ളൂ. ജഗത്ത്, ബാഹ്യജഗത്ത്, വസ്തുക്കളും വ്യക്തികളും വ്യക്തികളുടെ ശരീരങ്ങളും നിറഞ്ഞ ഈ ബാഹ്യജഗത്തിനെ മാത്രമേ പുറമേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് കാണാൻ കഴിയൂ. അപ്പൊ ജഗത്തിനെ മാത്രമേ പുറത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തി, പുറത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തി കാണുന്നുള്ളൂ. ജീവൻ ഈ കാണുന്നവൻ തന്നെയാണ്. സാപേക്ഷമായ ദ്രഷ്ടാവ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് ഈ ജീവൻ തന്നെയാണ്. ജഗത്തിനെ ഉണ്ടെന്ന് അറിയുന്ന ജീവൻ. ആ ജീവൻ ഉള്ളിലാണ്, അത് അനുഭവമണ്ഡലത്തിലാണ്. അതിനെ പുറമേ നോക്കിയാൽ ഒരിക്കലും കണ്ടെത്താൻ സാധ്യമല്ല. കാരണം അത് നമ്മുടെ ഉള്ളിൽ ഞാനായി അനുഭവപ്പെടുന്ന ഒന്നാണ്. പുറമേ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ജഗത്തിനെ മാത്രമാണ്. ഈശ്വരനെയും കാണാൻ സാധ്യമല്ല. ഈശ്വരനെ പുറമേയാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അമ്പലങ്ങളിലും വിഗ്രഹങ്ങളിലും ബിംബങ്ങളിലും സാളഗ്രാമങ്ങളിലും ശിവലിംഗങ്ങളിലും പുറമേയുള്ള ജഡപദാർത്ഥങ്ങളിലാണ് മനുഷ്യർ ഈശ്വരനെ തിരയുന്നത്. അല്ലെങ്കിൽ ജഡപദാർത്ഥങ്ങളെ തന്നെയാണ് ഈശ്വരനായി ആരാധിക്കുന്നത്. അമ്പലങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ലോഹം കൊണ്ടോ ശില കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ നിർമ്മിതങ്ങളായ എന്തും ജഡപദാർത്ഥങ്ങളാണ്. അല്ലേ? അങ്ങനെ അല്ലേ? ശിവലിംഗം, സാളഗ്രാമം, അല്ലെങ്കിൽ ഒരു ദേവീ വിഗ്രഹം, അല്ലെങ്കിൽ സർപ്പങ്ങളുടെ വിഗ്രഹം, എല്ലാറ്റിനെയും നമ്മൾ ആരാധിക്കാറുണ്ട്. വൃക്ഷങ്ങളെ ആരാധിക്കാറുണ്ട്. നാഗർ എന്ന് പറയുന്നില്ലേ, നാഗങ്ങളെ ആരാധിക്കാറുണ്ട്. ഇന്ന ആരെയെ ആരാധിക്കാവൂ എന്ന് നിർബന്ധമില്ല. ചലച്ചിത്ര നടീ നടന്മാരെ വരെ നമ്മൾ ആരാധിക്കുന്നുണ്ട്. അവരുടെ പടം പേഴ്സിൽ സൂക്ഷിക്കുകയും അല്ലെങ്കിൽ പഠിക്കുന്ന പുസ്തകത്തിന്റെ ഇടയ്ക്ക് വെക്കുകയും ഒരു ആരാധനയാണ്. ഹീറോ വർഷിപ്പ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഹീറോ വർഷിപ്പ്, അതായത് സമൂഹത്തിൽ നിലയും വിലയും പ്രശസ്തിയും നേടിയ വ്യക്തികളെ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അത് ഓരോ പ്രായത്തിലും ആ ആരാധന വ്യത്യസ്തമായ രീതിയിലായിരിക്കും. പക്ഷെ ആ ആരാധന എപ്പോഴുമുണ്ട്. അപ്പൊ ജഗത്ത്, ആ ജഗത്തിലാണ് വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെടുന്നത്. അവിടെയാണ് മനുഷ്യർ ചെല്ലുന്നത്. അവിടെ പോയിട്ട് ഈശ്വരനെ ദർശിച്ചു, ഞാൻ മടങ്ങി വന്നു, ഭഗവാനെ കണ്ടു. ശബരിമലയിൽ ചെന്നു, ധർമ്മശാസ്താവിനെ കണ്ടു, മനസ്സ് നിറഞ്ഞു, തിരിച്ചു വന്നു. വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏത് ആരാധനാമൂർത്തിയോ ആയിക്കോട്ടെ, അതൊക്കെ ബാഹ്യമാണ് എന്നുള്ള കാര്യം ഏത് വ്യക്തിയും അംഗീകരിക്കും. അംഗീകരിച്ചേ പറ്റൂ. പുറമേ ഉള്ള ഒരു വസ്തുവാണത്. അതിന് ജീവനില്ല. ഇപ്പൊ സർപ്പങ്ങൾ മുതലായവ ഈ മണ്ണാർക്കാട് പോലെയുള്ള
സ്ഥലങ്ങളിൽ ആരാധിക്കുന്നുണ്ടെങ്കിലും സർപ്പങ്ങൾ ജീവനുള്ളവയാണ്. പക്ഷേ അതിൻ്റെ ശരീരത്തെയാണ് അവിടെ ആരാധിക്കുന്നത്. ഒരു വ്യക്തിയെ, ഇപ്പോൾ ആചാര്യനെ ആരാധിക്കുന്നത് പോലും, ആചാര്യൻ്റെ പടം ആചാര്യനല്ല. ഈ ആചാര്യൻ തന്നെ ശരീരമല്ല, അദ്ദേഹം ബ്രഹ്മമാണ്. ആ ബ്രഹ്മമായിരിക്കുന്ന ആചാര്യനെ ശരീരത്തോടു കൂടിയ ഒരു വ്യക്തിയായിട്ടാണ് ശിഷ്യഗണങ്ങൾ കരുതുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഈ അജ്ഞത എന്ന് പറയുന്നത് അത്ര കണ്ട് രൂഢമൂലമാണ്. അത്ര പെട്ടെന്നൊന്നും അത് നീങ്ങി മാറിപ്പോവുകയില്ല. അതിനെ തകർക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ പുറമേ നമ്മൾ ഈശ്വര ആരാധനയ്ക്കായി നിർജീവ വസ്തുക്കൾ അല്ലെങ്കിൽ ജഡവസ്തുക്കളെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അത് പടമായാലും പൂജാവിഗ്രഹമായാലും എന്തായാലും ഒക്കെ ജീവനില്ലാത്തവയാണ്. അപ്പോൾ പുറം ലോകത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ജഡവസ്തുക്കളെ മാത്രമേ കാണാൻ കഴിയൂ. അവർക്ക് ഈശ്വര തത്വം എന്താണെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യമല്ല. പിന്നെ എന്തിന് ഈ വിഗ്രഹാരാധന നമ്മുടെ മഹർഷിമാർ നിർദ്ദേശിച്ചു? അത് ഒരു LKG പോലെയാണ്. 1ാം ക്ലാസ്സിലേക്ക് കുട്ടികളെ അയക്കുന്നതിന് മുമ്പ് നമ്മൾ KG എന്ന് പറയും. അതിനെയാണ് LKG, UKG എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. അതിനു മുമ്പുണ്ട് KG അല്ലേ? അപ്പോൾ ഇതൊക്കെ 1ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് പണ്ട് നഴ്സറി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊക്കെ നഴ്സറി സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നുമല്ല, ആദ്യം എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് റൈംസ് പറഞ്ഞു തരും. ഉച്ചയാകുമ്പോൾ അവരവർ കൊണ്ടുവന്നിരിക്കുന്ന ചോറ്, അവിടെയുള്ള ഏതെങ്കിലും സ്ത്രീകൾ അവർ ചോറ് വാരിക്കൊടുത്ത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം സുഖനിദ്ര. 3:30 കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകാൻ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരോ മറ്റേ ആൾക്കാരോ എത്തും. അവരെ അവരുടെ ഒപ്പം പറഞ്ഞയക്കും. അപ്പം അതൊരു സമയം പോകാനുള്ള ഒരു വഴി. എന്നാലും കുറേയൊക്കെ വിജ്ഞാനം അതിൽ നിന്ന് കിട്ടും. കുറേ പാട്ടുകളും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതൊരു 1ാം ക്ലാസ് പോലും ആയിട്ടില്ല ഏത് വിഗ്രഹാരാധന. പക്ഷേ എവിടുന്നെങ്കിലും ആരംഭിക്കണം. നമുക്കൊരു ഉന്നതമായ സ്ഥാനമാണ് നമ്മൾ ചെന്നെത്താൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എവിടുന്നെങ്കിലും തുടങ്ങണമല്ലോ. തുടങ്ങുന്നത് ഈശ്വര ആരാധനയിൽ അല്ലെങ്കിൽ വിഗ്രഹാരാധനയിൽ നിന്നാകട്ടെ എന്ന് പറഞ്ഞാണ് ഒരു ബിംബമോ പടമോ വെച്ചിട്ട് അതിൽ ഈശ്വര ഭാവത്തെ വളർത്താൻ ആചാര്യന്മാർ നിർദ്ദേശിച്ചത്. അത് നിഷ്പ്രയോജനമായ ഒന്നാണ് എന്ന് ഒരു വേദാന്തി ഒരിക്കലും അഭിപ്രായപ്പെടുകയില്ല. അത് വേണം, അത് കൂടിയേ തീരൂ. ഈ അമ്പലങ്ങളും വിഗ്രഹങ്ങളും ഇല്ലാതിരുന്നെങ്കിൽ ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി ഇതിനേക്കാളും വഷളാകുമായിരുന്നു. അപ്പോ ഈശ്വരാരാധന അഥവാ വിഗ്രഹാരാധന അത് അത്യാവശ്യം വേണ്ട ഒന്നാണ്. അവിടുന്നേ നമുക്ക് തുടങ്ങാൻ പറ്റും. ഇനി യഥാർത്ഥ ഈശ്വരതത്വം അത് പുറം ലോകത്തിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് പൂർണ്ണമായി ശരിയല്ല. കാരണം ഈശ്വരൻ സർവവ്യാപിയായ ഒരു തത്വമാണ്. അപ്പം അദ്ദേഹം പുറം ലോകത്തിലില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർവവ്യാപിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് അർത്ഥം. സർവവ്യാപി എന്ന് പറഞ്ഞാൽ അകത്തും പുറത്തും എല്ലാ ദിക്കിലുമുണ്ട്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഈശ്വരൻ. അപ്പോൾ പുറം ലോകത്തിൽ ദൈവമില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ പുറം ലോകത്തിലുള്ള ജഡവസ്തുക്കളെയാണ് നമ്മൾ ദൈവമായി ആരാധിക്കുന്നത് എന്നുള്ളതും ഒരു സത്യമാണ്. യഥാർത്ഥ ഈശ്വര തത്വം രൂപമില്ലാത്തതാണ്. അരൂപമാണ് വാസ്തവത്തിലുള്ള ഈശ്വര തത്വം. അപ്പോൾ ജീവൻ തൻ്റെ ഉള്ളിലാണ് ആ ജീവഭാവത്തെ അനുഭവിക്കുന്നത്. ജഗത്ത് പുറമേ എന്നാണ് ജീവൻ കരുതിയിരിക്കുന്നത്. ആ അവസ്ഥയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ജീവന്റെ ഉള്ളിലുള്ള മനസ്സ് തന്നെയാണ് പ്രപഞ്ചം എന്ന പോലെ പ്രകാശിക്കുന്നത്. അപ്പോ ജീവൻ ഉള്ളിൽ,
പുറമേ ഉണ്ട് എന്ന് ജീവൻ കരുതുന്ന ജഗത്ത് വാസ്തവത്തിൽ ജീവന്റെ മനസ്സിലായതുകൊണ്ട് അതും ഉള്ളിൽ, ഈശ്വരൻ അതും ഉള്ളിൽ തന്നെ, ഹൃദയത്തിൽ തന്നെ. ഇപ്പൊ എന്താണ് പുറത്തുള്ളത്? പുറത്തൊന്നുമില്ല. ഉള്ളതെല്ലാം ഉള്ളിലാണ്, അകത്താണ്. അപ്പൊ പുറമേ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നയാൾ ജീവനെയും കാണുന്നില്ല, ജഗത്തുണ്ടെന്ന് കരുതുന്നു. അല്പം ചിന്തിച്ച് നോക്കിയാൽ ആ ജഗത്തും തന്റെ ഉള്ളിലാണ് എന്ന് അയാൾക്ക് നിഷ്പ്രയാസം തിരിച്ചറിയാൻ പറ്റും. ഈശ്വരനും ഉള്ളിൽ തന്നെ. അന്തർയാമി എന്നാണ് ഈശ്വരനെ വിളിക്കുന്നത്. ഉള്ളിലിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദ ഇന്നർ കൺട്രോളർ, അകത്തിരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്നവൻ, അന്തർയാമി. അപ്പൊ ഈശ്വരനും ഉള്ളിലാണ്. ഇപ്പൊ പുറമേ ഒന്നുമില്ല. എന്നാലും ജീവൻ, ജഗത്ത്, ഈശ്വരൻ, നമുക്കിതിനെ ത്രിപുടി എന്ന് വിളിക്കാം. മൂന്നിന്റെ കൂട്ടം, ത്രിതയം അല്ലെങ്കിൽ ത്രിപുടി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈശ്വരൻ തന്നെയാണ്. കാരണം ഈശ്വരനാണ് ഈ ത്രിപുടിയുടെ അംശങ്ങളായ ജീവന്മാരെയും ജഗത്തിനെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് സൃഷ്ടികർത്താവായ ഈശ്വരനാണ് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെടേണ്ടവൻ. ഉന്നത സ്ഥാനം അദ്ദേഹത്തിനാണ് നൽകേണ്ടത്. അദ്ദേഹത്തിന്റെ സൃഷ്ടിയിലാണ് ജീവന്മാരും ജഗത്തും. ആദ്യം ജഗത്തിനെ സൃഷ്ടിച്ചു. ജഗത്തിനെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ ജീവന്മാരുടെ ഭോഗങ്ങൾക്കായി, ജീവന്മാരുടെ കർമ്മഫലങ്ങൾ അവർ അനുഭവിക്കാൻ ഒരു ലോകം വേണം. ആ ലോകത്തിൽ അവർ ജീവിക്കുമ്പോഴാണ് അവരുടെ കർമ്മഫലങ്ങളായ സുഖദുഃഖങ്ങളെ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ജീവന്മാരുടെ ഉപഭോഗത്തിനു വേണ്ടി ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ജഗത്തിനെ സൃഷ്ടിച്ചു. ഇപ്പോ ജഗത്തും ഈശ്വരനും ജീവന്റെ സൃഷ്ടിയിൽ പെട്ടതാണ്, അല്ലെങ്കിൽ പെട്ടവയാണ്. ജഗത്തിനെ ഈശ്വരൻ അനുഭവിക്കുന്നില്ല, ജീവന്മാരാണ് അനുഭവിക്കുന്നത്. ജനിച്ച് മരിക്കുന്നത് ജീവന്മാരാണ്. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ സാക്ഷിഭാവത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതാത് ജീവന്റെ പുണ്യപാപങ്ങൾക്കനുസരിച്ച് സുഖദുഃഖങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഫലദാതാവ് എന്നാണ് ഈശ്വരനെ വേദങ്ങൾ പുകഴ്ത്തുന്നത്. ഫലത്തെ ദാനം ചെയ്യുന്നവൻ. അതാത് ജീവന്റെ സത്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും ഫലങ്ങളെ വേണ്ട സമയത്ത്, ഈ വേണ്ട സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ വേണ്ട സമയം അദ്ദേഹം തീരുമാനിക്കും. അത് ജീവന് തീരുമാനിക്കാനുള്ള അവകാശമില്ല. പക്ഷെ പുണ്യമാണോ താൻ ചെയ്യേണ്ടത്, പാപകർമ്മമാണോ താൻ അനുഷ്ഠിക്കേണ്ടത്, അത് ജീവന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അവിവേകിയായ ജീവന്മാർ പാപകർമ്മങ്ങൾ ചെയ്തു കൂട്ടുന്നു. വിവേകികളായ ജീവന്മാർ പുണ്യകർമ്മങ്ങൾ അല്ലെങ്കിൽ സത്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നു. പാപത്തിന്റെ ഫലം ദുഃഖവും ജനന മരണങ്ങളുമാണ്. പുണ്യത്തിന്റെ ഫലം സുഖവും ശാന്തിയും സ്വസ്ഥതയുമാണ്. അപ്പോൾ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ ജീവന് ബുദ്ധി ഈശ്വരൻ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിയെ വേണ്ടവണ്ണം വിനിയോഗിക്കാതെ കാമക്രോധങ്ങൾക്ക് വശംവദരായി ജീവന്മാർ അരുതാത്തതാണ് പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവന്മാർ സുഖത്തെക്കാളേറെ ദുഃഖങ്ങളെയാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ജീവൻ, ജഗത്തെ, ഈശ്വരൻ. ഈശ്വരനാണ് ജഗത്തിനെയും ജീവന്മാരെയും സൃഷ്ടിക്കുന്നത്. അതിൽ ജീവന്മാരെ സൃഷ്ടിക്കുന്നത് ഈശ്വരനാണോ എന്ന് ചോദിച്ചാൽ ആ ജീവന്മാരുടെ സൃഷ്ടിയിൽ ഈശ്വരന് പങ്കില്ല. ജഗത്തിന്റെ സൃഷ്ടിയിൽ മാത്രമേ ഈശ്വരന് പങ്കുള്ളൂ. അപ്പോൾ ഈ ജീവന്മാർ എവിടെ നിന്ന് പൊന്തി? ഈ ജീവന്മാർ ഈശ്വരനിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്ന ഭ്രമദൃശ്യങ്ങളാണ്. ജീവന്മാരെ ഈശ്വരൻ സൃഷ്ടിക്കുന്നില്ല. ജീവന്മാർ, ഞാനെന്ന ഭാവം, ആ ഈശ്വര തത്വത്തിൽ നിന്ന് തനിയെ പൊന്തിയവയാണ്. അങ്ങനെ ജീവന്മാർ പൊന്തുമ്പോൾ ആ ജീവന്മാർക്ക് പലതരം ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അവർക്ക് ഒരു പ്രപഞ്ചം,
ഒരു ലോകം ആവശ്യമാണ്. അതിനുവേണ്ടി ഈശ്വരൻ ലോകത്തെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നാണ് വേദങ്ങളും പുരാണങ്ങളും ഒക്കെ പറയുന്നത്. അപ്പൊ ഇല്ലാത്ത ജീവന് വേണ്ടി മിഥ്യയായ പ്രപഞ്ചത്തെ ഉള്ള ഈശ്വരൻ സൃഷ്ടിച്ചു. ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? യഥാർത്ഥത്തിൽ സൃഷ്ടി എന്നൊന്ന് ഇവിടെ നടന്നിട്ടേയില്ല. നിങ്ങളും ഞാനും ഒക്കെ ജീവന്മാരാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഈ ജീവഭാവം പോലും കള്ളമാണ്. ഇങ്ങനെ ഒന്ന് വാസ്തവത്തിലില്ല. ഒന്ന് ഉറങ്ങിയാൽ അപ്രത്യക്ഷമാകുന്ന നമുക്ക് എന്ത് വാസ്തവികതയാണുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരുറക്കം കൊണ്ട് തുടച്ചു നീക്കപ്പെടുന്നതാണ് നമ്മുടെ ഉള്ളിലെ ഞാൻ. അല്ല, അത് വീണ്ടും പൊന്തി വരുന്നുണ്ടല്ലോ. വീണ്ടും പൊന്തി വരുന്നതിരുന്നോട്ടെ. ഒന്ന് ഉറങ്ങിയാൽ, നമ്മുടെ മനസ്സൊന്ന് ലയിച്ചാൽ ഞാനിൻ്റെ അനുഭവമില്ല. നമുക്ക് എന്ത് കേമത്വമാണുള്ളത്? നമുക്ക് അഭിമാനിക്കാൻ എന്തുണ്ട് ഈ ലോകത്തിൽ? നമ്മളൊക്കെ മിഥ്യാപുരുഷന്മാരാണ്, വാസ്തവമല്ല. അപ്പൊ ജീവന്മാർ ഈശ്വരനിൽ വെറുതെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഉള്ളതുപോലെ പൊന്തിയ ജീവന്മാരുടെ ഉപഭോഗത്തിന് വേണ്ടി ഈശ്വരൻ ജഗത്തിനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അത് അന്തിമമായ സത്യമല്ല. കാരണം ജഗത്തിനെ ഈശ്വരൻ എന്തിനാണ് സൃഷ്ടിച്ചത്? അത് ജീവന്മാരുടെ ഉപഭോഗത്തിന് വേണ്ടി, ജീവന്മാരുടെ പുണ്യപാപങ്ങൾക്കനുസരിച്ച് അവർക്ക് സുഖദുഃഖങ്ങളെ പ്രദാനം ചെയ്യാൻ ഒരു ജഗത്തിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം ജഡപദാർത്ഥങ്ങളുടെ ഒരു സംഘാതമാണ്. അതിൽ ജീവനുള്ളവ ഉണ്ട്, അനേകം ജീവികളുണ്ട്. പക്ഷേ ഈ ജീവികളൊക്കെ അനുഭവിക്കുന്നത് ജഡപദാർത്ഥങ്ങളെയാണ്. ജനിച്ചു മരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ജനിച്ചു മരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുകൊണ്ട് ഈശ്വരന് ഒരു പ്രയോജനവുമില്ല. അല്ല, ജീവന്മാർക്ക് വേണ്ടി സൃഷ്ടിച്ചു അല്ലെങ്കിൽ നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ എന്താ തെറ്റെന്ന് പറഞ്ഞാൽ, ഈ ജീവന്മാർ ഇല്ലാത്തവരാണെന്ന് ജഗതീശ്വരന് നല്ലതുപോലെ അറിയാം. ഈ ഇല്ലാത്ത ജീവന്മാർക്ക് വേണ്ടി ഈ ജഗത്തിനെ സൃഷ്ടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ആ ഭഗവാന്? അപ്പോ ജീവന്മാരുടെ ഉപയോഗത്തിന് അല്ലെങ്കിൽ ഉപഭോഗത്തിന് എന്നൊക്കെ പറയുന്നത് തൽക്കാലത്തേക്ക് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന ഒരു ഏർപ്പാടാണ്. ജീവന്റെ ചില സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ് ഈ സൃഷ്ടിവാദം. വാസ്തവത്തിൽ സൃഷ്ടി എന്നൊന്ന് സംഭവിച്ചിട്ടേയില്ല. കാരണം ജീവന്മാർ വെറും ഭ്രമദൃശ്യങ്ങളാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിന്റെ മായാശക്തിയുമായി ചേരുമ്പോൾ ആ മായാശക്തിയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ബ്രഹ്മത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. മായയിൽ നിന്ന് ആ ഈശ്വരൻ വിട്ടുനിന്നാൽ ആ ഈശ്വരനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇപ്പൊ മായയോടുകൂടി ചേർച്ചയുണ്ടോ ഇല്ലയോ, ഇതാണ് ചോദ്യം. മായയോടുകൂടി ചേർച്ചയുണ്ടെങ്കിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കും. അപ്പോഴാണ് നമ്മൾ ഈശ്വരൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. മായയുമായിട്ടുള്ള ബന്ധം ഇല്ലെങ്കിൽ ശുദ്ധ ബ്രഹ്മമായി, ചൈതന്യമായി ആ വസ്തു മാത്രമായി അവശേഷിക്കും. അപ്പോൾ അതിനെ ബ്രഹ്മം എന്ന് പറയും. തീർച്ചയായും നമ്മളിപ്പോൾ ഒരു മിഥ്യാലോകത്തിൽ നിന്നും വേറൊരു ലോകത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വേദാന്തം ഒരിക്കലും അന്തമില്ലാത്ത ഒന്നാണ്. അപ്പോൾ ആ ഒരു സത്യത്തെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു കടൽ പോലെ തന്നെ നമുക്ക് സാധിക്കില്ല. ഈ ജന്മം എത്ര ജന്മം എടുക്കുന്ന അറിയില്ല. എന്നാലും തുടങ്ങി വയ്ക്കുക എന്നുള്ളതാണ് ഓരോ സാധകൻ്റെയും ലക്ഷ്യം. അപ്പോൾ ആ യാത്ര ഒരു സാധകൻ തുടർന്നുകൊണ്ടേയിരിക്കുക. ആ അന്വേഷണ ബുദ്ധി ഒരു സാധകൻ എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് സാറ് ഇത്രയും നേരമായിട്ട് നമ്മളെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു സാധകൻ്റെ ജീവിത ലക്ഷ്യം ആ സ്വരൂപത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ അവനവനെ തന്നെ കീറി മുറിച്ച് ഉള്ളിലേക്കിറങ്ങി അവൻ്റെ അജ്ഞാനം മാറുമ്പോൾ അവൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയുന്നു. അപ്പോൾ ഇത്രയും നേരം
സാർ നമ്മളോട് ഈ ഒരു സത്സംഗത്തിന് അവസരം നൽകിയതിന് കോടി കോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. തീർച്ചയായും ഇനിയും അങ്ങയിൽ നിന്നും കുറേ കൂടെ കാര്യങ്ങൾ നമ്മൾ സാധകർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതിന് ഇനിയൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും നമ്മൾ സാധകർക്ക് വേണ്ടി എന്താണ് ഒരു സാധകൻ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ അങ്ങ് എന്താണ് സാധകർക്ക് വേണ്ടി പറയുന്നത്? ഒരിക്കലും ബാഹ്യ ദൃശ്യങ്ങളിൽ മോഹിച്ചു പോകരുത്. ഈ പ്രപഞ്ചത്തെയും തൻ്റെ ശരീരത്തെയും ഒരിക്കലും സ്വപ്നത്തിൽ പോലും സത്യമാണ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ മായയിൽ കുടുങ്ങും. ചിന്തിക്കാതിരുന്നാൽ നിങ്ങൾ മായയ്ക്ക് പുറത്ത് കടക്കും. ഇതാണ് എനിക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് നൽകാനുള്ള ചുരുങ്ങിയ ഒരു സന്ദേശം.